എൻ്റെ ഒരു ഉപചോദ്യമല്ല ഇത്. ഇപ്പോൾ ഏറ്റവും കൂടുതൽ പരാമർശം നടന്ന ഗീതനെ കുറിച്ചിട്ടാണ്. ഗീതയിൽ പറയുന്ന ചാതുർവർണ്ണ്യം, നമ്മൾ ഈ ഹൈന്ദവത, ക്രൈസ്തവത, ഇസ്ലാം എന്നൊക്കെ പറയുന്നത് ഈ മതങ്ങളെയൊക്കെ ഗ്രന്ഥങ്ങളിലെ ഏകദൈവത്തിലേക്കാണ് പോകുന്നതെന്നൊക്കെ നമ്മൾ പറയുമ്പോൾ ഖുർആനിൽ പറയുന്ന സൂക്ഷ്മത എന്ന് പറയുന്ന പ്രയോഗം എല്ലാ സ്ഥലത്തും, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഖുർആനിലെ സൂക്ഷ്മതയെക്കുറിച്ച് വളരെ സ്പഷ്ടമായി പറയുന്നുണ്ട്. ഈ ഈശ്വരനിലേക്കെത്താനുള്ള വഴിയിൽ ഈ സൂക്ഷ്മത അനിവാര്യമായൊരു ഘടകമാണ്. ചാതുർവർണ്ണയത്തെക്കുറിച്ച്, ഗീതയെക്കുറിച്ചൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ ആദ്യം സൂചിപ്പിച്ച ഒരു പദപ്രയോഗം ഹിന്ദുമതം സെമിറ്റിക്കല്ല. അതുകൊണ്ട് തന്നെ അതിൻ്റെ കൃഷ്ണനെ മുതൽ രാമനെ വരെ ആർക്കും ഏത് സമയത്തും ഏത് രീതിയിലും പോസ്റ്റ്മോർട്ടം ചെയ്യാം. ഗീതയിൽ പറയുന്ന ചാതുർവർണ്ണ്യം, വർണ്ണാശ്രമധർമ്മം എന്ന് ഒരാൾ പറഞ്ഞാൽ ഞാൻ ശൈവനാണ്, വൈഷ്ണവാണ് എന്നിപ്പോൾ പ്രഭാഷകൻ പറഞ്ഞു. ഞാൻ അംഗീകരിക്കുന്നത് ശൈവനായാൽ പോലും ഞാൻ ഗീതയാണ്. ഗീതയിൽ പറയുന്ന ചാതുർവർണ്ണ്യം യഥാർത്ഥത്തിൽ മനുഷ്യൻ്റെ 4 അവസ്ഥകളെക്കുറിച്ചാണ്. ബ്രഹ്മചര്യം, ഗൃഹസ്ഥാസനം, വാനപ്രസ്ഥം, സന്യാസം. ഒരു മനുഷ്യൻ്റെ 4 അവസ്ഥകളെക്കുറിച്ചാണ് ഗീതയിൽ പറയുന്നത്. അത് പലരും ചാതുർവർണ്ണയത്തിൻ്റെ വ്യാഖ്യാനത്തിലേക്ക് പോകുമ്പോൾ സ്വാഭാവികമായിട്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് സൂക്ഷ്മത എന്ന ഖുർആനിലെ പദപ്രയോഗമാണ്. നമ്മൾ ഏത് മതഗ്രന്ഥം പരിശോധിക്കുമ്പോൾ സൂക്ഷ്മതയിൽ പരിശോധിക്കാം, അതിൻ്റെ ആധികാരികതയിൽ പരിശോധിക്കാം, ഈശ്വരനിലേക്ക് എത്താവുന്ന പടവുകളിൽ ഏക്കാണ് നമ്മളതിൻ്റെ സൂക്ഷ്മത ഉപയോഗിക്കേണ്ടത്. അല്ലാതെ ഏതെങ്കിലും ഒരു മതഗ്രന്ഥത്തിന്, ഞാൻ ഈ വേദിയിൽ ഇത് പറയുന്ന ആരെങ്കിലും വിമർശിച്ചു എന്നത് കൊണ്ടല്ല, നമ്മളൊക്കെ ഈ സൃഷ്ടാവിൻ്റെ ഔദാര്യം കൊണ്ട്, അല്ലെങ്കിൽ സൃഷ്ടാവിനാൽ സൃഷ്ടിക്കപ്പെടുകയും സൃഷ്ടാവിനാൽ സംരക്ഷിക്കപ്പെടുകയും സൃഷ്ടാവിനാൽ സംഹരിക്കപ്പെടുകയും ചെയ്യുന്ന നമ്മളൊക്കെ, എന്നെയും നിങ്ങളെയും സൃഷ്ടിച്ച ഈ സൗകര്യങ്ങളൊക്കെ നമുക്ക് ഉണ്ടാക്കി തന്ന ഈശ്വരനായ ആ കാരുണ്യവാൻ്റെ പാദത്തിലേക്ക്, അല്ലെങ്കിൽ അടുക്കലേക്ക് എത്തുമ്പോൾ സ്വാഭാവികമായും നമ്മുടെ മനസ്സിൻ്റെ മറകൾ മാറ്റിവെച്ച് സൂക്ഷ്മതയിൽ ഇതൊന്ന് പരിശോധിച്ചാൽ യഥാർത്ഥത്തിൽ ഗീതയിൽ ചാതുർവർണ്ണ്യമില്ല, മനുഷ്യൻ്റെ 4 അവസ്ഥകളാണ്, 4 വികാരങ്ങളാണ്. എനിക്ക് യുവാവുന്ന സമയത്തുണ്ടാവുന്ന മാനസിക വികാരമല്ല, വനാന്തരങ്ങളിൽ സഞ്ചരിക്കേണ്ട 75 വയസ്സിന് ശേഷം ഉണ്ടാവുന്ന അവസ്ഥ മാനസികമായി പോലും പരിവർത്തന വിധേയമാണ്. ഒരു മനുഷ്യൻ്റെ ജീവിതക്രമത്തിലുണ്ടാവുന്ന അവസ്ഥ എന്ന് കാണിക്കാൻ മാത്രമാണ് ഗീതയിൽ ആ അവസ്ഥ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് എനിക്ക് കൂടുതലൊന്നും പറയാനില്ല. തീർച്ചയായും ബഹുമാന്യനായ സുഹൃത്ത് പറഞ്ഞ നിർദ്ദേശം തീർച്ചയായും സ്വാഗതാർഹമാണ്. വേദഗ്രന്ഥങ്ങൾ, മതഗ്രന്ഥങ്ങൾ പരിശോധിക്കേണ്ടത് സൂക്ഷ്മതയോടുകൂടിയാണ്. പക്ഷേ ഇവിടെ ഞാൻ ഗീതയെ പരിശോധിച്ചിടത്ത് ഒരു സൂക്ഷ്മതയില്ലായ്മ ഉണ്ടായിട്ടില്ല. ഗീത നിങ്ങൾ പരിശോധിച്ച് നോക്കുക. ഗീതയിൽ 9-ാമത്തെ അധ്യായം, ഞാൻ വീണ്ടും അടുത്ത് പറയണം, 9-ാമത്തെ അധ്യായത്തിന് 32-ാമത്തെ വചനം മുതൽക്കുള്ള വചനങ്ങൾ, അവിടെ വളരെ കൃത്യമായി തന്നെ നിങ്ങൾ പറഞ്ഞ ചാതുർവർണ്ണമേ അല്ല ഗീത സംസാരിക്കുന്നത്. ഗീതയെക്കുറിച്ച് അറിയാവുന്ന ആരും പറയില്ല ഈ 4 ആശ്രമങ്ങൾ വേറെയാണ്, വർണ്ണം വേറെയാണ്. ഇപ്പറഞ്ഞ 4 ആശ്രമങ്ങളും 4 വർണ്ണങ്ങളും വ്യത്യാസമുണ്ട്. ഈ ആശ്രമങ്ങളെക്കുറിച്ച് ഗീതയും അനുബന്ധ ഗ്രന്ഥങ്ങളും പറയുന്നുണ്ട്. ഗാർഹസ്ഥ്യമായിരുന്നാലും ബ്രഹ്മചര്യമായിരുന്നാലും വാനപ്രസ്ഥമായിരുന്നാലും ഈ ആശ്രമങ്ങൾ വേറെ, വർണ്ണങ്ങൾ വേറെ. വർണ്ണങ്ങളിൽ ഗീത പറയുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് തന്നെയാണ്. എന്താണ്? ചാതുർവർണ്ണം മായാസൃഷ്ടം ഗുണകർമ്മ വിഭാഗശ, അത് പറയുന്നുണ്ട്. പണ്ഡിതന്മാരത് വ്യക്തമാക്കാറുണ്ട്. അത് ജന്മത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല എന്ന് മാത്രമാണ് പണ്ഡിതന്മാർ പറയാറുള്ളത്. ബ്രാഹ്മണ, ക്ഷത്രിയ, വൈശ്യ, ശൂദ്രാദി 4 ധർമ്മങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ 4 വർണ്ണങ്ങളെക്കുറിച്ച് പറയുന്ന ഗീതയുടെ സന്ദേശം ആ ഗുണഗർഭങ്ങളുടെ അടിസ്ഥാനത്തിൽ നാം തന്നെയാണ് ഇത് സൃഷ്ടിച്ചതെന്ന് പറയുമ്പോൾ അത് ജന്മത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല, കർമ്മത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്നാണ് പണ്ഡിതന്മാർ പറയാറില്ല. അല്ലാതെ സുഹൃത്ത് പറഞ്ഞതുപോലെ 4 ആശ്രമങ്ങളാണെന്ന് ഒരാളും പറയാറില്ല. എൻ്റെ കയ്യിൽ ഒരുപാട് ഗീതാവ്യാഖ്യാന ഗ്രന്ഥങ്ങളുണ്ട്. ചിന്മയാനന്ദ സ്വാമിജിയുടെ ഗീതാവ്യാഖ്യാന ഗ്രന്ഥമുണ്ട്. അതേപോലെ തന്നെ ഗീതാവ്യാഖ്യാനങ്ങളിൽ ഏറ്റവും പ്രസിദ്ധമായ
ശ്രീ ശങ്കരാചാര്യരുടെ ഗീതാവ്യാഖ്യാനത്തിൻ്റെ പരിഭാഷയുണ്ട്. അതേപോലെ തന്നെ തിലകൻ്റെ ഗീതാവ്യാഖ്യാനമുണ്ട്. ഇങ്ങനെ ഒരുപാട് ബാലഗംഗാധര തിലകൻ്റെ ഗീതാവ്യാഖ്യാനമുണ്ട്. ഇങ്ങനെ ഒരുപാട് ഗീതാവ്യാഖ്യാന ഗ്രന്ഥങ്ങളുണ്ട്. ഇവിടെയെല്ലാം ജന്മത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല കർമ്മത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്ന് മാത്രമാണ് വ്യാഖ്യാനിക്കാറുള്ളത്. അതല്ലാതെ ഈ 4 ആശ്രമങ്ങളായി ആരും വ്യാഖ്യാനിക്കാറില്ല എന്നുള്ളതാണ് സത്യം. അതുകൊണ്ട് തന്നെ സൂക്ഷ്മത ബോധം അനിവാര്യമാണ്. പക്ഷേ അവിടെ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം 9-ാമത്തെ അധ്യായത്തിലെ 32-ാമത്തെ വചനം പറയുന്നത് ജന്മത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഗീതയിൽ പറയുന്ന വർണ്ണാശ്രമം എന്ന് തന്നെയാണ്. എന്തുകൊണ്ടെന്നാൽ നീചയോനികളിൽ എന്ന് പറയുന്നു വൈശ്യ ശൂദ്ര യോനികളെക്കുറിച്ച്. വൈശ്യന്മാരും ശൂദ്രന്മാരും ജനിക്കുന്നത് നീചയോനികളാണ് എന്ന് പറയുന്നു. അവിടെ ജന്മത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഉള്ള പരാമർശം തന്നെയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. ഇവിടെയും ഞാൻ പറഞ്ഞത് വളരെ കൃത്യമായി മനസ്സിലാക്കുക. ഗീതാകാരനോ ഗീതയുടെ ആദ്യ കാലഘട്ടത്തിൽ അതുണ്ടായിരുന്നു എന്നല്ല, മറിച്ച് പിൽക്കാലഘട്ടത്തിൽ പുരോഹിതന്മാർ, നമുക്കറിയാലോ ഭാരതത്തിൽ വളരെ ക്രൂരമായ രൂപത്തിൽ ജാതി വ്യവസ്ഥിതി നിലനിന്നിരുന്നു എന്നുള്ള കാര്യത്തിൽ ആർക്കും സംശയമില്ല. ഈ ജാതി വ്യവസ്ഥിതി നിലനിന്ന ഒരു കാലഘട്ടത്തിൽ തങ്ങളുടെ വ്യവസ്ഥിതിക്ക് അനുകൂലമായി ബ്രാഹ്മണ പുരോഹിതന്മാർ, അതല്ലെങ്കിൽ ഇവിടുത്തെ ജാതീയതയെ താങ്ങി നിർത്തിയിരുന്ന അതിൻ്റെ ഗുണഭോക്താക്കൾ ഇങ്ങനെയുള്ള വേദഗ്രന്ഥങ്ങളിൽ അവരുടേതായ കരവിരുതുകൾ നടത്തിയതിൻ്റെ ഫലമാണ് എന്നല്ലാതെ അതിൻ്റെ ഒറിജിനൽ അതാണ് എന്നല്ല നാം പറഞ്ഞത്. അതുകൂടി നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അസ്സലാമു അലൈക്കും. എൻ്റെ പേര് അജ്മൽ, സ്ഥലം എടവണ്ണ. വിശുദ്ധ ഖുർആൻ പ്രധാനമായും ജനങ്ങളെ ക്ഷണിക്കുന്നത് ഏകദൈവ വിശ്വാസത്തിലേക്കാണല്ലോ. എന്നാൽ ഹൈന്ദവ അടിസ്ഥാന ഗ്രന്ഥങ്ങൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരൊറ്റ ശ്ലോകത്തിൽ തന്നെ 5 പ്രാവശ്യം ത്വമേകം വരേണ്യം, ത്വമേകം ശരേണ്യം, ത്വമേകം ജഗത്കാരണം വിശ്വരൂപം എന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തിൻ്റെ ഏകത്വത്തെ സ്ഥാപിക്കുന്നു. അതുപോലെ തന്നെ ക്രിസ്തീയ വേദങ്ങളുടെ അടിസ്ഥാന ഗ്രന്ഥത്തിലും നമ്മുടെ ദൈവമായ ഏക കർത്താവിനെ പൂർണ്ണ മനസ്സോടെയും പൂർണ്ണ ഹൃദയത്തോടെയും അനുസരിക്കണമെന്ന് പഠിപ്പിക്കുന്നു. പിന്നെ എന്തുകൊണ്ടാണ് ഹൈന്ദവ വിശ്വാസികൾ അദ്വൈതവാദക്കാരായതും ക്രിസ്തീയ വിശ്വാസക്കാർ ത്രികേയത്വത്തിന്റെ വക്താക്കളായതും? ഒരു ദാർശനിക പണ്ഡിതൻ എന്നുള്ള നിലയിൽ താങ്കളുടെ അഭിപ്രായം ആരായുകയാണ്? ഹൈന്ദവ ഗ്രന്ഥങ്ങൾ ഏകദൈവ വിശ്വാസവും ക്രൈസ്തവ ഗ്രന്ഥങ്ങളും ഏകദൈവ വിശ്വാസം പറയുന്നു. പിന്നെ എന്തുകൊണ്ടാണ് അവർ അദ്വൈതവാദികളും അതേപോലെ തന്നെ ഈ ത്രിയേക വിശ്വാസികളുമെല്ലാം ആയതെന്നാണ് സുഹൃത്തിൻ്റെ ചോദ്യം. എന്നോട് ചോദിക്കേണ്ട ചോദ്യമല്ല, അവരോട് ചോദിക്കേണ്ട ചോദ്യമാണ് എന്നാണ് അതിനുള്ള ഉത്തരം. ഇങ്ങനെല്ലാം പറഞ്ഞിട്ടും പിന്നെ എന്തുകൊണ്ട് അങ്ങനെയായി എന്നുള്ളത് അവരാണ് പറയേണ്ടത്. യഥാർത്ഥത്തിൽ എന്താണ് സംഭവം എന്ന് വെച്ചാൽ, ഏത് ഏകദൈവ വിശ്വാസത്തിന് വേണ്ടിയുള്ള വചനങ്ങളെയും ബഹുദൈവത്വത്തിന് അനുകൂലമായി വ്യാഖ്യാനിക്കുവാനും അതിനെ സ്വന്തം ന്യായീകരണങ്ങൾ കണ്ടെത്താനും എക്കാലഘട്ടത്തിലെയും പുരോഹിതന്മാർ പരിശ്രമിച്ചിരുന്നു എന്നുള്ളത് കാലങ്ങൾ മുഴുവൻ പരിശോധിച്ചാൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. എല്ലായ്പ്പോഴും ഇവിടെ ഏകനായ സ്രഷ്ടാവ് മാത്രമാണ് ആരാധ്യൻ എന്ന് പഠിപ്പിക്കാൻ കടന്നു വന്ന പ്രവാചകന്മാർ, ആ പ്രവാചകന്മാർ അവരുടെ കാലത്തിന് ശേഷം തീർച്ചയായും പിശാച് എന്താണ്? പിശാച് മനുഷ്യന്റെ ശത്രുവാണ്. മനുഷ്യരെ നരകത്തിൽ എത്തിക്കുക എന്നതാണ് അയാളുടെ ദൗത്യം, പിശാചിന്റെ ദൗത്യം. ആ ദൗത്യ നിർവഹണത്തിന് സകല മാർഗങ്ങളും ഉപയോഗിക്കുന്ന പിശാചിനെ സംബന്ധിച്ചിടത്തോളം അവന് മനുഷ്യൻ ഒരിക്കലും സ്വർഗത്തിൽ എത്തുകയില്ല എന്ന് പടച്ച തമ്പുരാൻ ശപഥം ചെയ്ത് പറഞ്ഞൊരു കാര്യം മറ്റൊരു പാപത്തെ കുറിച്ച് പറഞ്ഞിട്ടില്ല. ഇന്നഹു മൻ യുശ്രികു ബില്ലാഹി ഫഖദ് ഹറമല്ലാഹു അലൈഹി ജന്ന എന്ന് പറഞ്ഞിട്ടുള്ളത്. ആരെങ്കിലും അള്ളാഹുവിൽ പടച്ച തമ്പുരാനിൽ പങ്കു ചേർക്കുന്ന പക്ഷം അവർക്ക് പടച്ച തമ്പുരാൻ സ്വർഗലോകം നിഷിദ്ധമാക്കിയിരിക്കുന്നു എന്നാണ്. അങ്ങനെ സ്വർഗലോകം നിഷിദ്ധമാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞ ഒരൊറ്റ പാപം മാത്രമേ ഉള്ളൂ, ശിർക്ക് എന്ന പാപം. ആ ശിർക്ക് എന്ന പാപത്തിലേക്ക് മനുഷ്യരെ കൊണ്ടുപോവുക ഒരിക്കലും അത് ആ ശിർക്ക് ഞങ്ങൾ ചെയ്യുന്നു, ബഹുദൈവാരാധന ഞങ്ങൾ ചെയ്യുന്നു എന്ന് ബോധ്യപ്പെടുത്തിക്കൊണ്ടല്ല, മറിച്ച് അതല്ലാത്ത രൂപത്തിലാണ്. അത് നിങ്ങൾക്ക് നോക്കുക, നിങ്ങൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം
ഇബ്രാഹിം നബിയെ കുറിച്ച് ബൈബിളും ഖുറാനും പറയുന്നുണ്ട്. എന്താ? വിഗ്രഹാരാധനക്കെതിരെ ശക്തമായി ശബ്ദിച്ച മഹാനായ പ്രവാചകൻ. 2 ഗ്രന്ഥങ്ങൾക്കും സംശയമൊന്നുമില്ല. എന്നാൽ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വന്നപ്പോ ഹറമിൽ കഅബാലയത്തിൽ നിന്ന് അദ്ദേഹത്തിന് ആദ്യമായി നീക്കം ചെയ്യേണ്ടി വന്നത് ഏതൊരു പ്രവാചകനാണോ വിഗ്രഹാരാധനക്കെതിരെ ശബ്ദിച്ചത് അതേ പ്രവാചകന്റെ വിഗ്രഹത്തെയാണ്. എന്തുകൊണ്ട് സംഭവിച്ചു? സംഭവിച്ചത് മറ്റൊന്നുകൊണ്ടുമല്ല, ആദ്യം ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം വിഗ്രഹാരാധനക്കെതിരെ പഠിപ്പിച്ചു. അടുത്ത തലമുറയിലേക്ക് വന്നപ്പോഴേക്ക് പ്രവാചകന്മാരുടെ നിയോഗം ഉണ്ടാകാത്ത സമൂഹങ്ങളിൽ, അതിന് പിന്നീടുണ്ടായ സമൂഹങ്ങളിൽ എന്തുണ്ടായി? പിശാച് മെല്ലെ മെല്ലെ ദുർബോധനം നടത്തി. അവരെ ബഹുമാനിക്കേണ്ടതുണ്ട്, ഇബ്രാഹിം നബിയെ ബഹുമാനിക്കണം. അതിന് ഇബ്രാഹിം നബിക്ക് ബഹുമാന്യമായ രൂപത്തിലുള്ള സ്ഥാനങ്ങൾ നൽകണം. അതിന് അദ്ദേഹത്തിന്റെ ചില വിഗ്രഹങ്ങൾ ആവശ്യമാണ്. ആ വിഗ്രഹത്തിന് മുന്നിൽ അദ്ദേഹത്തെ ബഹുമാനിക്കാൻ വേണ്ടി നമുക്ക് കൂടിയിരിക്കാം. ആ കൂടിയിരിക്കുന്നത് പിന്നീട് പ്രാർത്ഥനയാക്കി മാറ്റാം. ആ പ്രാർത്ഥനകൾ ആരാധനകളായി മാറുന്നു സ്വാഭാവികമായും. ഇങ്ങനെ സൃഷ്ടിപൂജയിൽ നിന്ന്, സൃഷ്ടാവിനെ മാത്രം ആരാധിക്കുന്നതിൽ നിന്ന് ആ ആരാധന പഠിപ്പിക്കാൻ വേണ്ടി കടന്നു വന്ന ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ അനുയായികളെ തന്നെ മെല്ലെ 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 തെറ്റിച്ചു കൊണ്ടുപോകണം. ഇത് ഏത് സമൂഹത്തിലുണ്ടായതാ? ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഒരിക്കൽ പോലും എന്നെ ആരാധിക്കുക എന്ന് പഠിപ്പിച്ചതായി ബൈബിളിൽ പോലുമില്ല. എന്നാൽ പിൽക്കാലഘട്ടത്തിൽ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മതത്തെ നശിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ച് പരാജയപ്പെട്ട് അവസാനം ആ മതത്തിനകത്തേക്ക് കയറിക്കൂടിയ പോൾ എന്ന് പറഞ്ഞ വ്യക്തി, ഷൗൽ എന്ന് പറഞ്ഞ വ്യക്തി, അദ്ദേഹം മെല്ലെ മെല്ലെ യേശു ക്രിസ്തു ദൈവത്തിന് സമാനനാണ് എന്നുള്ള വിശ്വാസം, ചിന്താഗതി ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. അത് വലിയൊരു ചരിത്രമാണ്. അങ്ങനെ ഉണ്ടാക്കി ചെറിയ വിത്ത് അദ്ദേഹം പാകി. അത് AD 325 ആയപ്പോഴേക്ക് യേശുവും ദൈവവും ഒന്നു തന്നെയാണെന്നുള്ള വിശ്വാസം വന്നു. ആദ്യം ഇടയാളനായി, പിന്നീട് മധ്യവർത്തിയായി, അത് പിന്നെ സ്വതന്ത്രമായ കഴിവുള്ള ദൈവമായി, അവസാനം ദൈവം തന്നെയായി. പിന്നീട് വന്നപ്പോ യഥാർത്ഥ യേശു പ്രാർത്ഥിച്ച ദൈവം ഔട്ടായി, യേശു മാത്രം ദൈവമായി മാറുന്ന അവസ്ഥയായി. ഇന്ന് ആരാധനകളിൽ നമുക്ക് കാണാൻ കഴിയും, യേശുവിനെ അല്ലാതെ യേശു പ്രാർത്ഥിച്ചത് ആരോടാണോ ആ വ്യക്തിയെ ആരാധിക്കുന്ന സമ്പ്രദായം യേശുവിന്റെ അനുയായികൾ എന്ന് പറയുന്നവരിൽ കാണുക അപൂർവമാണ് എന്നുള്ള വസ്തുത. അപ്പൊ ഞാൻ സൂചിപ്പിക്കുന്നത് ഇത് പിശാചിന്റെ പ്രവർത്തനമാണ്. മനുഷ്യരെ മെല്ലെ മെല്ലെ സൃഷ്ടിപൂജയിൽ നിന്ന് കൊണ്ടുപോയി സൃഷ്ടാവിനെ മാത്രം ആരാധിക്കുന്ന അവസ്ഥയിൽ നിന്ന് കൊണ്ടുപോയി സൃഷ്ടിപൂജയിലെത്തിക്കുക എന്നത് അത് പിന്നെ എല്ലാ സമൂഹങ്ങളിലും ഉണ്ടാകും. അപ്പൊ സ്വാഭാവികമായി ഇത്തരം വചനങ്ങൾ അവർ കാണും. അതിന് ദുർവ്യാഖ്യാനങ്ങൾ പണിയും, അതിന് വ്യാഖ്യാനങ്ങൾ ഉണ്ടാക്കും. എന്താ? ഞങ്ങള് യേശുവിനെ ആരാധിക്കുന്നില്ല എന്ന് പറയും ആദ്യം. പിന്നീട് യേശു തന്നെ ദൈവമാകുമ്പോ യേശു തന്നെയുള്ള ദൈവം, പിന്നീട് ആരാധിക്കുക ഏകദൈവത്തെ മാത്രം ആരാധിക്കുക എന്ന് പറഞ്ഞത് യേശുവിനെ കുറിച്ച് തന്നെയാണെന്ന് പറയും. ഇതേപോലെ തന്നെ പല രൂപങ്ങളിൽ വ്യാഖ്യാനങ്ങൾ കണ്ടെത്തും. ആ വ്യാഖ്യാനങ്ങൾ മനുഷ്യരെ വഴികേടിൽ നിന്ന് വഴികേടിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കും എന്നുള്ളതാണ് സത്യം. അതുകൊണ്ട് ചോദ്യത്തിനുള്ള ഉത്തരം, പിന്നെ യഥാർത്ഥത്തിൽ പ്രവാചകന്മാർ പഠിപ്പിച്ച ആശയത്തിൽ ഇത് മനുഷ്യരെ വഴിതെറ്റിക്കുവാൻ വേണ്ടി പിശാച് പ്രവാചകന്മാരെ തന്നെ നിമിത്തമാക്കിയതായിട്ടാണ് ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. അതാണ് എല്ലാ മതങ്ങളും ആ രൂപത്തിൽ വഴിതെറ്റിപ്പോകുവാൻ കാരണം. സൃഷ്ടാവിനെ മാത്രം ആരാധിക്കുക എന്ന തത്വമാണ് എല്ലാ പ്രവാചകന്മാരും പഠിപ്പിച്ചത് എന്ന് വേദഗ്രന്ഥങ്ങൾ തന്നെ സാക്ഷീകരിക്കുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ജയചന്ദ്രൻ, കാളിയോ സ്ഥലം. ഹൈന്ദവ ഗ്രന്ഥങ്ങളായ വേദങ്ങളും ഉപനിഷത്തുകളുമാണ് ആദ്യം രചിക്കപ്പെട്ടത് എന്ന് പറയുന്നു. അതിനുശേഷം രചിക്കപ്പെട്ട ബൈബിൾ, അതിനുശേഷം മുഹമ്മദ് നബിയിലൂടെ രചിക്കപ്പെട്ട വിശുദ്ധ ഖുർആൻ, അത് ഏറ്റവും ശ്രേഷ്ഠവും പെർഫെക്റ്റുമാണ് വിശുദ്ധ ഖുർആൻ എന്ന് നിങ്ങൾ സ്ഥാപിക്കുന്നു. അപ്പോൾ ഞാൻ പറയുകയാണ്, ആദ്യം രചിക്കപ്പെട്ട ഹൈന്ദവ ഗ്രന്ഥങ്ങളാണ് ഏറ്റവും ശ്രേഷ്ഠമായത്, അതല്ല അതിനുശേഷം രചിക്കപ്പെട്ട ബൈബിളാണ് ഏറ്റവും ശ്രേഷ്ഠമായത് എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് എങ്ങനെ തെളിയിക്കാൻ കഴിയും? കാരണം വിശുദ്ധ ഗ്രന്ഥം റെഫർ ചെയ്ത് മാത്രമേ നമുക്കത് ഉത്തരം പറയാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഏതാണ് ശ്രേഷ്ഠമായിട്ടുള്ളതെന്ന്, പെർഫെക്റ്റ് ആയിട്ടുള്ളതെന്ന് നമുക്ക് എങ്ങനെ പറയാൻ സാധിക്കും? ബഹുമാനായ സുഹൃത്ത് ചന്ദ്രൻ്റെ ചോദ്യം വളരെ പ്രസക്തമാണ്. എല്ലാവരും അവനവൻ്റെ വേദഗ്രന്ഥങ്ങൾ ശ്രേഷ്ഠമാണെന്നും ഉന്നതമാണ് എന്നുമെല്ലാം പറയുന്നു. എന്നാൽ ഇത് ഇങ്ങനെ പറയാ എന്നല്ലാതെ എങ്ങനെ സ്ഥാപിക്കാൻ കഴിയും, എങ്ങനെ കൃത്യമായി പറയാൻ പറ്റും? ഓരോരുത്തർക്കും അങ്ങനെ വാദം ഉന്നയിക്കാമല്ലോ എന്നാണ് സുഹൃത്തിൻ്റെ ചോദ്യം. ഇവിടെ ഒന്നാമതായി തന്നെ ഒരു ധാരണ പിശക് തിരുത്തേണ്ടതുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു.
അവതരിപ്പിക്കപ്പെട്ട വേദങ്ങളെല്ലാം ശ്രേഷ്ഠമാണ് എന്നുള്ളതാണ് ഇസ്ലാമിൻ്റെ സങ്കല്പം. ഇസ്ലാം പഠിപ്പിക്കുന്നത് ഭാരതത്തിലേക്ക് കടന്നു വന്ന പ്രവാചകന്മാർക്ക് വേദങ്ങൾ അവതരിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഭാരതത്തിന് പുറത്തേക്ക് കടന്നു വന്ന പ്രവാചകന്മാർക്കും വേദങ്ങൾ അവതരിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അവയെല്ലാം ശ്രേഷ്ഠമാണ് എന്നും അവയെല്ലാം ദൈവിക മാർഗദർശനത്തിലേക്ക് മനുഷ്യരെ നയിക്കുന്നതാണ് ആയിരുന്നു എന്നും ആണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. പരിശുദ്ധ ഖുർആനിലെ 3-ാമത്തെ അധ്യായം സൂറത്ത് ആൽ ഇംറാൻ 84-ാമത്തെ വചനത്തിൽ നമുക്ക് കാണാൻ കഴിയും. ഖുൽ ആമന്നാ ബില്ലാഹി വമാ ഉൻസില അലൈനാ വമാ ഉൻസില അലാ ഇബ്രാഹീമ വ ഇസ്മാഈല വ ഇസ്ഹാഖ വ യാഖൂബ വൽ അസ്ബാത്തി വമാ ഊതിയ മൂസ വ ഈസ വൻ നബിയ്യൂന മിൻ റബ്ബിഹിം ലാ നുഫർരിഖു ബൈന അഹദിൻ മിൻഹും വ നഹ്നു ലഹു മുസ്ലിമൂൻ. ഖുർആൻ പഠിപ്പിക്കാം, ഒരു മുസ്ലിമിനോട് പ്രഖ്യാപിക്കാൻ വേണ്ടി. എന്താ? ആമന്നാ ബില്ലാഹി, അല്ലാഹുവിൽ ഞാൻ വിശ്വസിച്ചിരിക്കുന്നു, ഞങ്ങൾ അല്ലാഹുവിൽ വിശ്വസിച്ചിരിക്കുന്നു. അതോടൊപ്പം തന്നെ പടച്ചതമ്പുരാനിൽ നിന്ന് ഞങ്ങൾക്ക് അവതരിപ്പിച്ച് ലഭിച്ചിട്ടുള്ള ഈ വേദഗ്രന്ഥത്തിൽ പരിശുദ്ധ ഖുർആനിൽ വിശ്വസിച്ചിരിക്കുന്നു. കഴിഞ്ഞില്ല, മുൻപ് അബ്രഹാമിന്, ഇസ്ഹാക്കിന്, യാക്കോബിന്, ഇസ്മയേലിന്, യാക്കോബിന്, യേശുവിന്, മോശയ്ക്ക് എന്നു വേണ്ട ലോകത്തിന്റെ വ്യത്യസ്തങ്ങളായ ഭാഗങ്ങളിലേക്ക് അവതരിപ്പിക്കപ്പെട്ട നിയോഗിക്കപ്പെട്ട പ്രവാചകന്മാർക്ക് മുഴുവനും അവതരിപ്പിക്കപ്പെട്ട വേദങ്ങളിൽ അവർക്ക് അവതരിപ്പിക്കപ്പെട്ട ശാശ്വത സത്യങ്ങളിൽ ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു. എന്നിട്ട് ഖുർആൻ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്, ലാ നുഫർരിഖു ബൈന അഹദിൻ മിൻഹും, അവ തമ്മിൽ യാതൊരു വ്യത്യാസവും ഞങ്ങൾ കൽപ്പിക്കുന്നില്ല. എല്ലാവരും ദൈവത്താൽ നിയോഗിക്കപ്പെട്ട പ്രവാചകന്മാരാണ്. എല്ലാവരും ദൈവത്താൽ നിയോഗിക്കപ്പെട്ട പ്രവാചകന്മാരിലൂടെ അവതരിപ്പിക്കപ്പെട്ട ഗ്രന്ഥങ്ങളാണ്. അവ തമ്മിൽ യാതൊരു വ്യത്യാസവും കൽപ്പിക്കുന്നില്ല. കാരണം എന്താ? നഹ്നു ലഹു മുസ്ലിമൂൻ, ഞങ്ങൾ മുസ്ലിങ്ങളാണ്, ഇസ്രായേലരല്ല, അറബികളല്ല, ഞങ്ങൾ ഇന്ത്യക്കാരല്ല, മറിച്ച് മുസ്ലിങ്ങളാണ്. സർവശക്തനായ തമ്പുരാന് ജീവിതത്തെ സമർപ്പിക്കാമെന്ന് പ്രതിജ്ഞയെടുത്തിട്ടുള്ള ആളുകളാണ്. ലോകത്തിന്റെ വ്യത്യസ്തങ്ങളായ ഭാഗങ്ങളിലേക്ക് നിയോഗിക്കപ്പെട്ട പ്രവാചകന്മാരുടെ മുഴുവനും ആദർശത്തെ സ്വീകരിച്ചിട്ടുള്ളവരാണ്. അപ്പോൾ ശ്രേഷ്ഠത എന്ന് പറയുമ്പോൾ എല്ലാ വേദഗ്രന്ഥങ്ങളും ദൈവത്താൽ അവതരിപ്പിക്കപ്പെട്ടതായിരുന്നു എന്നുള്ളതാണ് ഇസ്ലാമിൻ്റെ ഈ രംഗത്തുള്ള അടിസ്ഥാനപരമായ വാക്യം. പക്ഷേ നമുക്ക് മതങ്ങളെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട്. മതം എല്ലാം മനുഷ്യരെവിടെ വിശാചരണത്തിൽ പറഞ്ഞു, എല്ലാ പ്രവാചകന്മാരും പഠിപ്പിച്ച മതം മനുഷ്യരെ ധർമാധർമ്മങ്ങളെക്കുറിച്ച് കൃത്യമായി വ്യവച്ഛേദിച്ച് പറഞ്ഞു കൊടുത്തതാ. പക്ഷേ പിൽക്കാലത്ത് എന്തുണ്ടായി? പ്രവാചകന്മാരുടെ കാലം കഴിഞ്ഞു. പ്രവാചകന്മാരുടെ കാലം കഴിഞ്ഞപ്പോൾ സ്വന്തം താല്പര്യത്തിനനുസരിച്ച് മതത്തിൽ മാറ്റം വരുത്തി. സ്വന്തം താല്പര്യത്തിനനുസരിച്ച് പലതും ഉണ്ടാക്കി, പലതും കടത്തിക്കൂട്ടി, പലതും എടുത്തു മാറ്റി. നമുക്ക് ഭാരതത്തിൽ കാണാൻ കഴിയും, പുറത്ത് കാണാൻ കഴിയും, എല്ലായിടത്തും കാണാൻ കഴിയും. ഇവിടെ മതത്തിന്റെ ഭാഗമായി നിലനിന്നിരുന്ന ചാതുർവർണ്ണത്തെ പോലെയുള്ള, സതിയെ പോലെയുള്ള, അതേപോലെ തന്നെ ഒരുപാട് ആചാരങ്ങൾ മതവിശ്വാസത്തിന്റെ ഭാഗമായി കടന്നു വന്നു. ചൂഷകന്മാരായ ആളുകൾ സ്വന്തം താല്പര്യത്തിന് വേണ്ടി കടത്തിക്കൂട്ടി. ഇത് കടത്തിക്കൂട്ടിയതോടൊപ്പം തന്നെ ഇവരുടെ സ്വകാര്യ സ്വത്തായിരുന്നു പലപ്പോഴും വേദഗ്രന്ഥം, പുരോഹിതന്മാരുടെ. ആ സ്വകാര്യ സ്വത്തായ വേദഗ്രന്ഥത്തെ സ്വന്തം താല്പര്യങ്ങൾക്കനുസരിച്ച് വളച്ചും മിനുക്കിയും എടുത്തുവാൻ തയ്യാറായി. പലപ്പോഴും വേദഗ്രന്ഥങ്ങൾ നഷ്ടപ്പെട്ടു. വേദഗ്രന്ഥങ്ങൾ തന്നെ ഇല്ലാത്ത അവസ്ഥയുണ്ടായി. വീണ്ടും വീണ്ടെടുക്കുന്ന രൂപത്തിൽ പലരും എഴുതി. ഖുർആൻ ഈ കാര്യം പറയുന്നുണ്ട്. ഫവൈലുൽ ലില്ലദീന യക്തുബൂനൽ കിതാബ ബിഐദിഹിം സുമ്മ യഖൂലൂന ഹാദാ മിൻ ഇൻദില്ലാ ലിയശ്തറൂ ബിഹി സമനൻ ഖലീല. ഖുർആൻ പറയാണ്, സ്വന്തം കൈകൾ കൊണ്ട് ഗ്രന്ഥമെഴുതിയുണ്ടാക്കി സ്വാർത്ഥമായ താല്പര്യങ്ങൾക്ക് വേണ്ടി, തുച്ഛമായ ലാഭങ്ങൾക്ക് വേണ്ടി ഇത് ദൈവികമാണ്, അത് ദൈവികമാണ് എന്ന് പറഞ്ഞവർക്കാകുന്നു നാശം. ഉണ്ടായിട്ടുണ്ട്. ബൈബിൾ പറയുന്നുണ്ട് ഇക്കാര്യം. ബൈബിളിൽ ജെറമിയ പ്രവാചകന്റെ പുസ്തകം, യിരെമ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ 8-ാം അധ്യായത്തിൽ 8-ാമത്തെ വചനത്തിൽ നമുക്ക് കാണാൻ കഴിയും. ബൈബിൾ പറയാണ്, ഞങ്ങൾ ജ്ഞാനികൾ, അന്നത്തെ ജെറമിയ പ്രവാചകൻ അന്നത്തെ പുരോഹിതന്മാരോട് പറയാം, ഞങ്ങൾ ജ്ഞാനികൾ, ഞങ്ങളുടെ കയ്യിൽ വേദഗ്രന്ഥം ന്യായപ്രമാണമുണ്ട് എന്ന് പറയാൻ നിങ്ങൾക്ക് എങ്ങനെ കഴിയും? നിങ്ങളുടെ വ്യാജത്തൂലിക, കള്ള കയ്യെഴുത്തുകോൽ അതിനെ വ്യാജമാക്കിയിരിക്കുന്നു. കള്ള കയ്യെഴുത്തുകോൽ വ്യാജാക്കുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അറിയാലോ, പലതും അവരുടെ വകയായിട്ട് എടുത്തു ചേർത്തു. വേദങ്ങളെക്കുറിച്ച് നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട്. പല സമയത്തും വേദങ്ങളിൽ പ്രക്ഷിപ്തങ്ങൾ ഉണ്ടായിട്ടുണ്ട്, പലതും കടന്നുകൂടിയിട്ടുണ്ട്, നഷ്ടപ്പെട്ടുന്ന അവസ്ഥയുണ്ടായിട്ടുണ്ട്. ഇത് ഞാൻ പറയുന്ന വാദമല്ല. നിങ്ങൾ പുരാണങ്ങൾ തന്നെ എടുത്ത് പരിശോധിച്ച് നോക്കുക. ഇതിഹാസങ്ങളിൽ മഹാഭാരതത്തിലെ കിഷ്കിന്ധ കാണ്ഡത്തിൽ നമുക്ക് ഹനുമാൻ ശ്രീരാമനോടായി പറയുന്നത്, രാമായണത്തിലെ കിഷ്കിന്ധ കാണ്ഡത്തിൽ ഹനുമാൻ ശ്രീരാമനോടായി പറയും നമുക്ക് കാണാൻ കഴിയും. താമഹം മാനയിഷ്യാമി നഷ്ടാം വേദശ്രുതിമിവ.
എങ്ങനെയാണോ വേദശ്രുതികൾ നഷ്ടപ്പെട്ടപ്പോൾ ഞാൻ വീണ്ടെടുത്തു കൊണ്ടുവന്നത്, അതേപോലെ സീതയെ ഞാൻ വീണ്ടെടുത്തു വരാം. ഇതിന്റെ അടിസ്ഥാനത്തിൽ പ്രത്യേകിച്ച് ബ്രാഹ്മണന്മാരുടെ സ്വകാര്യ സ്വത്തായിട്ടാണ് അന്ന് വേദം വ്യവഹരിച്ചു പോന്നിരുന്നത്. എഴുതപ്പെട്ട വിദ്യയായിരുന്നില്ല. അനാലേഖ്യ സരസ്വതി എന്നാണ് വേദത്തിന്റെ ഒരു പര്യായം തന്നെ. എന്താ എഴുതപ്പെടാത്ത വിദ്യ എന്നർത്ഥം? ഈ എഴുതപ്പെടാത്ത വിദ്യയായിരുന്ന വേദം ഒരു പ്രത്യേക സമുദായത്തിന്റെ സ്വന്തമായ സ്വകാര്യ സ്വത്തായിരുന്നത് കൊണ്ട് തന്നെ പലപ്പോഴും അത് നഷ്ടപ്പെട്ടു, വീണ്ടും വീണ്ടെടുത്തു എന്നെല്ലാമാണ് പറയപ്പെടുന്നത്. ഈ കാര്യത്തിൽ പ്രഗത്ഭമായ പഠനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. സത്യവ്രത പട്ടേലിന്റെ ഹിന്ദുയിസം ദ റിലിജൻ ആൻഡ് വേ ഓഫ് ലൈഫ് എന്ന പുസ്തകം എടുത്തിട്ട് നോക്കുക. അദ്ദേഹം അതിൽ വിശദീകരിക്കുന്നുണ്ട് വേദങ്ങളെ കുറിച്ചുള്ള ഭാഗത്ത്. വേദം പലപ്പോഴും ആദിമ വേദസംഹിത ഒന്നിച്ചായിരുന്നെന്നും ആ ആദിമ വേദസംഹിതയിൽ ഒരുപാട് വചനങ്ങൾ ഉണ്ടായിരുന്നെന്നും പല വചനങ്ങളും നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് എന്നും എങ്കിലും ഇന്ന് കാണപ്പെടുന്ന വേദം തന്നെ സമ്പൂർണ്ണമാണ് എന്നുമാണ് അദ്ദേഹം സ്ഥാപിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. സാധുശീലൻ പരമേശ്വരൻ പിള്ളയുടെ ഹിന്ദു ധർമ്മ പരിചയം എന്ന പുസ്തകത്തിൽ വേദം എന്നാൽ എന്ത് എന്നിട്ടൊരു അധ്യായമുണ്ട്, നിങ്ങളെടുത്ത് പരിശോധിച്ച് നോക്കുക. അപ്പോൾ ഞാൻ പറയുന്നത് ഹൈന്ദവ ദർശനത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അടിസ്ഥാന രേഖയായി പരിഗണിക്കപ്പെടുന്ന വേദസംഹിതകൾ പോലും പല സമയത്തും തിരുത്തിയെഴുതപ്പെട്ടിട്ടുണ്ട് എന്നുള്ള വസ്തുതയാണ് വ്യക്തമാകുന്നത്. ജാതി വ്യവസ്ഥക്ക് അനുസൃതമായി വേദസംഹിതയിൽ തിരുത്തിയെഴുതപ്പെട്ടു എന്ന് വൈദിക പണ്ഡിതന്മാർ പോലും അടുത്ത കാലത്ത് പോലുള്ള ചർച്ചയിൽ സൂചിപ്പിച്ചിരുന്നു. ഇപ്പോൾ ഋഗ്വേദത്തിലെ 10-ാം മണ്ഡലത്തിലെ 90-ാം സൂക്തത്തിലെ 12-ാമത്തെ വചനമാണ് ബ്രാഹ്മണ മേധാവിത്വത്തിന് അതല്ലെങ്കിൽ ചാതുർവർണ്ണ വ്യവസ്ഥയുടെ അടിത്തറയായി അവതരിപ്പിക്കാറുള്ള വചനം. ബ്രാഹ്മണാസ്യ മുഖമാസീത് ബാഹു രാജന്യകൃതഃ ഊരു തദസ്യ ദ്വൈഷ്യപാദ്യ ശൂദ്രോ അജായത എന്നുള്ള വചനം. ബ്രാഹ്മണൻ മുഖത്തിൽ നിന്ന്, ക്ഷത്രിയൻ ചെസ്റ്റിൽ നിന്ന്, വൈശ്യൻ തുടയിൽ നിന്ന്, ശൂദ്രൻ പാദത്തിൽ നിന്നുണ്ടായതാണ് എന്ന് പറയുന്ന വചനം. ഈ വചനം പിൽക്കാലഘട്ടത്തിൽ എഴുതി ചേർത്തതാണ് എന്ന് പറയുന്ന പണ്ഡിതന്മാരുണ്ട് ഹൈന്ദവ പണ്ഡിതന്മാർക്കിടയിൽ. അപ്പൊ ഇതിനർത്ഥം എന്താണ്? പലപ്പോഴും പലതും നഷ്ടപ്പെട്ടിട്ടുണ്ട്, എഴുതി ചേർത്തപ്പെട്ടിട്ടുണ്ട്. ഇതാണ് ഇപ്പോഴുള്ള വേദസംഹിതയിൽ, ഇപ്പോഴുള്ള വേദങ്ങളിൽ പോലും. എന്നാൽ ഏറ്റവും പുരാതനമായ ആദിമ വേദസംഹിത ഉണ്ടായിരുന്നെന്നും അത് ഈ രൂപത്തിൽ ആയിരുന്നില്ല, പിന്നെ പഹ്ലവി ലിപിയിലായിരുന്നു, അറബി എഴുതുന്നത് പോലെയായിരുന്നു എഴുതിയിരുന്നത് എന്നും അത് ഇന്നത്തെ സംസ്കൃത ലിപി ആയിരുന്നില്ല എന്നുമെല്ലാം പറയുമ്പോൾ ഏറ്റവും ആദിമമായി ഈ പ്രവാചകന്മാർ, ഇന്ത്യയിലേക്ക് കടന്നു വന്ന പ്രവാചകന്മാർ പഠിപ്പിച്ച അടിസ്ഥാന ആദർശം, ആ അടിസ്ഥാന വേദഗ്രന്ഥം വിശുദ്ധമായിരുന്നെന്നും മനുഷ്യരെ കൃത്യമായി മാർഗദർശനം ചെയ്യുന്നതായിരുന്നു എന്നും വിശ്വസിക്കേണ്ടത് മുസ്ലിങ്ങളുടെ കടമയാവുകയാണ്. ഇതേപോലെ തന്നെ എല്ലായിടത്തും അവതരിപ്പിക്കപ്പെട്ട ഗ്രന്ഥങ്ങൾ മനുഷ്യരുടെ കൈകടത്തലുകൾ നടന്നതുകൊണ്ട് തന്നെ ഈ വേദങ്ങളിലെല്ലാം ഒരുപാട് അബദ്ധങ്ങൾ നമുക്ക് കാണാൻ കഴിയും. നിങ്ങൾക്ക് പരിശോധിക്കാം. ചരിത്രപരമായുള്ള അബദ്ധങ്ങൾ, ശാസ്ത്രീയമായുള്ള അബദ്ധങ്ങൾ, വൈരുദ്ധ്യങ്ങൾ നമുക്ക് ഓരോരുത്തർക്കും പരിശോധിക്കാവുന്നതാണ്. അതിനെക്കുറിച്ച് പഠിക്കാൻ നമ്മൾ തയ്യാറാവുകയാണെങ്കിൽ നിരവധി അതിൻ്റെ പണ്ഡിതന്മാർ തന്നെ പറയുന്ന കാര്യമുണ്ട്, വൈരുദ്ധ്യങ്ങളുണ്ട് എന്ന്, അതേപോലെ തന്നെ അബദ്ധങ്ങളുണ്ട് എന്ന്. അക്കാലഘട്ടത്തിലെ ആളുകളുടെ ചിന്താഗതിക്കനുസരിച്ച് എഴുതപ്പെട്ടതായതുകൊണ്ട് തന്നെ സ്വാഭാവികമാണ് അതിൽ. ഇവിടെയാണ് മനുഷ്യരുടെ കരവിരുതുകൾ നടന്നിട്ടില്ല എന്ന് പറയുന്ന പരിശുദ്ധ ഖുർആന്റെ ദൈവ്യമായ പ്രഖ്യാപനം പ്രസക്തമാകുന്നത്. മുസ്ലിങ്ങൾക്കിടയിൽ അനാചാരങ്ങൾ ഉണ്ടായിട്ടില്ല എന്നോ മുസ്ലിങ്ങൾ ഖുർആന്റെ പാതയിൽ നിന്ന് പിഴച്ചു പോയിട്ടില്ല എന്നോ ഒന്നും നമ്മൾ വാദിക്കുന്നില്ല. പക്ഷെ ആ പിഴവുകളെല്ലാം ഉള്ളപ്പോൾ തന്നെ പരിശുദ്ധ ഖുർആനിൽ ഈ പിഴവുകൾക്കനുസൃതമായ എന്തെങ്കിലും ഒരു സ്ഖലിതമുണ്ടാക്കാൻ, എന്തെങ്കിലും ഒന്ന് എഴുതി ചേർക്കാൻ, എന്തെങ്കിലും എടുത്തു മാറ്റാൻ ഒരാൾക്കും കഴിഞ്ഞിട്ടില്ല. കാരണം എന്താ? മുസ്ലിങ്ങളുടെ വിശ്വാസ്യത കൊണ്ടൊന്നുമല്ല, മറിച്ച് പടച്ച തമ്പുരാന്റെ സംരക്ഷണത്തിന്റെ ഉത്തരവാദിത്വം അവൻ നിർവഹിക്കുന്നത് കൊണ്ട്. ഖുർആൻ പഠിപ്പിച്ച സംരക്ഷണത ഇന്നാ നഹ്നു നസ്സൽനാ ദിക്റ വ ഇന്നാ ലഹു ലഹാഫിളൂൻ, നാം ആകുന്നു ഇത് അവതരിപ്പിച്ചത്, നാം അതിനെ സംരക്ഷിക്കും. എങ്ങനെ നമ്മൾ പരിശോധിക്കും? നിങ്ങൾക്ക് പരിശോധിക്കാം. ഒന്നാമതായി പരിശുദ്ധ ഖുർആൻ മാത്രമാണ് ദൈവികമെന്ന് സ്വയം പ്രഖ്യാപിക്കുന്ന ഒരു ഗ്രന്ഥം. പരിശോധിക്കാം നിങ്ങൾക്ക്. ഖുർആനിൽ ആവർത്തിച്ച് ഈ പ്രഖ്യാപനം കാണാൻ കഴിയും. ഞാൻ പറയുന്നു, ഇന്ന് വേദഗ്രന്ഥത്തിന്റെ പുറംചട്ട അടിഞ്ഞുകൊണ്ട് പ്രത്യക്ഷപ്പെടുന്ന ഒരു ഗ്രന്ഥവും സ്വയം പൂർണ്ണമായി ദൈവികമാണ് എന്ന പ്രഖ്യാപനം നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. ഖുർആനിൽ 26-ാമത്തെ അധ്യായം സൂറത്ത് ശുഅറയിലെ 192-ാമത്തെ വചനം വഇന്നഹു ലതൻസീലു റബ്ബിൽ ആലമീൻ. ഖുർആനിലെ 32-ാമത്തെ അധ്യായം സൂറത്ത് സജദയിലെ 1-2 വചനങ്ങൾ അലിഫ് ലാം മീം തൻസീലുൽ കിതാബ് ലാ റൈബ ഫീഹി മിൻ റബ്ബിൽ ആലമീൻ. ഖുർആനിലെ 36-ാമത്തെ അധ്യായം സൂറത്ത് യാസീനിലെ 1 മുതൽ 5 വരെയുള്ള വചനങ്ങൾ യാസീൻ വൽ ഖുർആനിൽ ഹകീം ഇന്നക ലമിനൽ മുർസലീൻ അലാ സിറാത്തുൽ മുസ്തഖീം തൻസീലുൽ അസീസിർ റഹീം. ഖുർആനിലെ 55-ാമത്തെ അധ്യായം സൂറത്ത് റഹ്മാനിലെ 1-2 വചനങ്ങൾ അർ റഹ്മാൻ അല്ലമൽ ഖുർആൻ. ഇങ്ങനെ നിരവധി തവണ സർവ്വലോക രക്ഷിതാവിൽ നിന്ന്, സർവോന്നതനായ തമ്പുരാനിൽ നിന്ന്
പരമകാരുണികളിൽ നിന്ന് അവതരിപ്പിക്കപ്പെട്ടതാകുന്നു ഈ ഗ്രന്ഥം എന്നുള്ള പ്രഖ്യാപനം കാണാൻ കഴിയും. ആ പ്രഖ്യാപനം ഉള്ളതുകൊണ്ട് മാത്രം ആ ഗ്രന്ഥം ദൈവിക ആണെന്നില്ല കേട്ടോ. ആ പ്രഖ്യാപനമുണ്ട് ഒന്നാമത്. രണ്ടാമതായി പരിശുദ്ധ ഖുർആന്റെ സവിശേഷം അവതരിപ്പിക്കപ്പെട്ട രൂപത്തിൽ തന്നെ നിലനിൽക്കുന്നു. വേറൊരു ഗ്രന്ഥത്തിനും അത് അവകാശപ്പെടാൻ കഴിയില്ല. മൂന്നാമത്തെ ഖുർആന്റെ സവിശേഷത ഖുർആൻ സ്വയം പറയുന്നു, അഫലാ യതദബ്ബറൂനൽ ഖുർആന വലൗ കാന മിൻ ഇൻദി ഗൈരില്ലാഹ് ലവജദു ഫീഹി ഇഖ്തിലാഫൻ കതീറ. ഖുർആനിലെ 4-ാമത്തെ അധ്യായം സൂറത്തു നിസായിലെ 82-ാമത്തെ വചനം. അവർ ഖുർആനെ കുറിച്ച് ചിന്തിക്കുന്നില്ലേ, അതെങ്ങാനും ദൈവത്തിൽ നിന്നുള്ളതല്ലായിരുന്നുവെങ്കിൽ അവർക്കതിൽ ധാരാളം വൈരുദ്ധ്യങ്ങൾ കണ്ടെത്താമായിരുന്നു. ഖുർആനിൽ നിങ്ങൾ തിരയുക, ഒരൊറ്റ വൈരുദ്ധ്യം പോലുമില്ല എന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും. വൈരുദ്ധ്യങ്ങൾ ആരോപിക്കപ്പെട്ടിട്ടുണ്ട് എന്നത് നേര്. പക്ഷേ ആരോപണങ്ങൾക്ക് വസ്തുനിഷ്ഠമായ മറുപടി നൽകാൻ ഓരോ മുസ്ലിമിനും കഴിയും. എന്നാൽ മറ്റു വേദഗ്രന്ഥങ്ങളോ, ആ വേദഗ്രന്ഥങ്ങളുടെ വക്താക്കൾ തന്നെ അതിലെ വൈരുദ്ധ്യങ്ങൾ അംഗീകരിക്കുന്നവരാണ്. നാലാമതായി പരിശുദ്ധ ഖുർആന്റെ സവിശേഷത, പരിശുദ്ധ ഖുർആൻ ഒരുപാട് ചരിത്ര സംഭവങ്ങളെക്കുറിച്ച് പറയുന്നു. ആ ചരിത്ര സംഭവങ്ങൾ ഒരെണ്ണം പോലും ചരിത്രവുമായി, ചരിത്ര രംഗത്ത്, ചരിത്ര ഗവേഷണ രംഗത്ത് പുതിയ പുതിയ ഉത്ഖനന ഗവേഷണങ്ങൾ നടക്കുമ്പോൾ ഒരെണ്ണം പോലും ചരിത്രപരമായി സ്ഥിരീകരിക്കപ്പെടാത്തതാണ് എന്ന്, തെറ്റാണ് എന്ന് സ്ഥാപിക്കാൻ ഒരാൾക്കും കഴിയുന്നില്ല. ബൈബിളിനെ സംബന്ധിച്ചിടത്തോളം, മറ്റ് ഗ്രന്ഥങ്ങളെ സംബന്ധിച്ചിടത്തോളം എല്ലാം ചരിത്രപരമായി ചരിത്രത്തിന്റെ അളവുകോല് വെച്ചുകൊണ്ട് പരിശോധിക്കുമ്പോൾ അതിൽ പറയുന്ന ചരിത്ര സംഭവങ്ങളിൽ ഒന്നുകിൽ അബദ്ധങ്ങളുണ്ട്, അല്ലെങ്കിൽ എക്സാജറേഷൻ ഉണ്ട് എന്നുള്ള വസ്തുത ചരിത്ര പണ്ഡിതന്മാർ അംഗീകരിക്കുന്നു. അഞ്ചാമതായി പരിശുദ്ധ ഖുർആനിൽ നിരവധി പ്രവചനങ്ങളുണ്ട്. ആ പ്രവചനങ്ങളെല്ലാം പൂർത്തീകരിക്കപ്പെട്ടത് നമുക്ക് കാണാൻ കഴിയുന്നു. ഇനി മരണാനന്തര ജീവിതത്തെക്കുറിച്ച്, അവസാന നാളിനെക്കുറിച്ചുള്ള പ്രവചനങ്ങൾ പൂർത്തീകരിക്കപ്പെടാനിരിക്കുകയും ചെയ്യുന്നു. ആറാമതായി പരിശുദ്ധ ഖുർആൻ 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നിരക്ഷരനായ ഒരു മനുഷ്യന്റെ നാവിലൂടെ ലോകം ശ്രവിച്ച ഗ്രന്ഥത്തിൽ ശാസ്ത്ര സാങ്കേതിക വൈജ്ഞാനിക രംഗങ്ങളിൽ ഉത്തരോത്തരം പുരോഗമിച്ചു കൊണ്ടിരിക്കുന്ന ആധുനിക മനുഷ്യന്റെ കാഴ്ചപ്പാടിലൂടെ, കണ്ണിലൂടെ, കണ്ണാടയിലൂടെ നോക്കുമ്പോൾ തീർച്ചയായും അബദ്ധങ്ങൾ ഉണ്ടാകേണ്ടതാണ്. പ്രത്യേകിച്ചും പരിശുദ്ധ ഖുർആനിൽ പ്രാപഞ്ചിക പ്രതിഭാസങ്ങളെക്കുറിച്ച്, ആകാശഗോളങ്ങളെക്കുറിച്ച്, സൂര്യചന്ദ്ര നക്ഷത്രാദികളെക്കുറിച്ച്, കാറ്റിനെക്കുറിച്ച്, മഴയെക്കുറിച്ച്, ഭൂമിയെക്കുറിച്ച്, ഭൂമിയിലെ വ്യത്യസ്ത പ്രതിഭാസങ്ങളെക്കുറിച്ച്, തിരമാലകളെക്കുറിച്ച്, കടലിനെക്കുറിച്ച്, അതേപോലെ തന്നെ വളർന്നു വരുന്ന സസ്യജാലങ്ങളെക്കുറിച്ച്, ജീവിച്ചുകൊണ്ടിരിക്കുന്ന ജന്തുജീവജാലങ്ങളെക്കുറിച്ച്, അതേപോലെ മനുഷ്യന്റെ ശരീരത്തെക്കുറിച്ച്, ശരീരത്തിലെ ആന്തരികമായ ബാഹ്യമായ അവയവങ്ങളെക്കുറിച്ച്, മനുഷ്യന്റെ ഭ്രൂണ പരിണാമത്തെക്കുറിച്ച്, ഇങ്ങനെ പല വിഷയങ്ങളെക്കുറിച്ച് പരിശുദ്ധ ഖുർആൻ പരാമർശങ്ങൾ നടത്തുന്നുണ്ട്. പക്ഷെ ആ പരാമർശങ്ങളിൽ ഒന്നിലു പോലും വസ്തുനിഷ്ഠമായി ഒരബദ്ധമുണ്ട് എന്ന് സ്ഥാപിക്കാൻ ഒരാൾക്കും സാധ്യമല്ല. മാത്രമല്ല, പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾ നടക്കുമ്പോൾ, പുതിയ പുതിയ അറിവ് നമുക്ക് ആ വിഷയത്തിൽ വന്നു ലഭിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുന്നു ഖുർആൻ പറഞ്ഞത് 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പരാമർശിച്ചത് കൃത്യമായിരുന്നു, വസ്തുനിഷ്ഠമായിരുന്നു, അബദ്ധങ്ങളില്ലാത്ത പരാമർശങ്ങളായിരുന്നു എന്ന്. ഇനി ഏത് മാനദണ്ഡം ഉപയോഗിക്കുക? ധാർമ്മികതയുടെ മാനദണ്ഡം ഉപയോഗിക്കുക. ധാർമ്മികതയുടെ മാനദണ്ഡം ഉപയോഗിക്കുക. പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുള്ള ധാർമ്മിക നിയമങ്ങൾ, ആ നിയമങ്ങൾ ഏതെങ്കിലും ഒന്ന്, ഖുർആൻ ചെയ്യണമെന്ന് പറഞ്ഞ ഏതെങ്കിലും ഒരു കാര്യം, അത് ചെയ്യാനുള്ള കൽപ്പന വഴി മനുഷ്യ സമുദായത്തെ തകർക്കുകയാണ് ഖുർആൻ ചെയ്തത് എന്ന്, അത് ചെയ്യാനുള്ള കൽപ്പന വഴി മനുഷ്യന്റെ പുരോഗതിക്ക് വിഘാതമാവുകയാണ് ചെയ്തിട്ടുള്ളത് എന്ന് പറയാൻ ഒരാൾക്ക് സാധ്യമല്ല. ഖുർആൻ നിരോധിച്ച കാര്യങ്ങൾ, അതിലേതെങ്കിലും ഒന്ന് നിരോധിക്കാൻ പാടില്ലായിരുന്നു എന്ന് വസ്തുനിഷ്ഠമായി തെളിയിക്കാൻ ഒരാൾക്കും കഴിയില്ല. എട്ടാമതായി പരിശുദ്ധ ഖുർആൻ മരണാനന്തര ജീവിതത്തെക്കുറിച്ച്, എൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യത്തെക്കുറിച്ച് കൃത്യമായ, സ്പഷ്ടമായ, യാതൊരു രീതിയിലുമുള്ള സംശയത്തിന് ഇടനിൽക്കാത്ത വിധത്തിലുള്ള വ്യക്തമായ പരാമർശങ്ങൾ നടത്തി എനിക്ക് എൻ്റെ ജീവിതത്തിന് എന്ത് ലക്ഷ്യമുണ്ട് എന്ന് കൃത്യമായി പഠിപ്പിക്കുന്നു. അത് ഈ 8 മാനദണ്ഡങ്ങൾ എടുത്ത് പരിശോധിച്ചാൽ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന് പരിശുദ്ധ ഖുർആന്റെ ദൈവികത ബോധ്യപ്പെടും എന്നുള്ളതാണ് സത്യം. നിങ്ങൾക്ക് പരിശോധിക്കാവുന്നതാണ്. ഓരോന്നും വിശദീകരിക്കാൻ ഒരുപാട് സമയം വേണ്ടിവരും എന്നുള്ളത് കൊണ്ടാണ് ഞാൻ എണ്ണമിട്ട് പറഞ്ഞു പോയത്. ബഹുമാന്യനായ പ്രാസംഗികൻ MM അക്ബർ പ്രസംഗത്തിൻ്റെ ആരംഭത്തിൽ സൂചിപ്പിച്ചു, അതായത് ഭൗതിക ദർശനങ്ങൾ തിന്നുക, കുടിക്കുക, രമിക്കുക എന്നിൽ അധിഷ്ഠിതമായിട്ടുള്ളതാണെന്ന്. പക്ഷേ തെറ്റാണ്. ഭാരതീയ ദർശനങ്ങൾ, ഈ ഷഡ്ദർശനങ്ങളിൽ ഈ ആസ്തിക ദർശനവും നാസ്തിക ദർശനവുമുണ്ട്. അതിൽ നാസ്തിക ദർശനങ്ങളാണ് ലോകായതം, അല്ലെങ്കിൽ പ്രാസംഗികൻ പരാമർശിച്ച ചാർവാക ദർശനം. ഈ 2 പേരിലും അത് അറിയപ്പെടുന്നുണ്ട്.
ഇതിൽ ഈ നാസ്തിക ദർശനങ്ങളിൽ ഈ ജൈന ദർശനം, ബൗദ്ധ ദർശനം, അത് ഭൗതിക ദർശനമാണ്. പക്ഷേ അവർ ആ ദർശനങ്ങളൊന്നും തിന്നുക, കുടിക്കുക, രമിക്കുക എന്നിൽ അധിഷ്ഠിതമല്ല. അവർ അഹിംസ, സത്യം എന്നിവയിൽ അധിഷ്ഠിതമാണ്. അവർ എല്ലാ തരത്തിലും വളരെ ലളിതമായ ജീവിത രീതി നയിക്കുന്നവരാണ്. അപ്പോൾ അത് ഭൗതിക ദർശനമായതുകൊണ്ട് മാത്രം അത് ഏതടിസ്ഥാനത്തിലാണ് ഈ തിന്നുക, കുടിക്കുക, രമിക്കുക എന്നുള്ള ഈ പട്ടികയിൽ വരുന്നത്? ലോകായുധം അല്ലെങ്കിൽ ചാർവാകം സമ്മതിക്കാം, അത് തിന്നുക, കുടിക്കുക, രമിക്കുക എന്നുള്ള ആ അടിസ്ഥാനത്തിലുള്ളതാണ്. പിന്നെ ഈ ആദ്യമായി ഈ ലോകത്തിൽ ആദ്യമായി ഉണ്ടായ മതം ഹിന്ദുമതം എന്ന് അങ്ങനെ പറയുന്നില്ലെങ്കിലും അന്ന് അതിൻ്റെ പൂർവിക നാമം സനാതന മതം എന്നായിരുന്നു. അപ്പോൾ വേദങ്ങളാണ് ഇവിടെ ആദ്യം ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഏറ്റവും വളരെ ഒരു ശ്രേഷ്ഠത്വമുള്ളത് വേദങ്ങൾക്കല്ലേ? ഋഗ്വേദം, സാമവേദം, യജുർവേദം, അഥർവവേദം ഈ വേദങ്ങൾക്കല്ലേ എന്നുള്ളതാണ്. ഈ ഖുർആനൊക്കെ ഏറ്റവും അവസാനം ഉണ്ടായുള്ളതല്ലേ. ഈ ഇസ്ലാം മതം എന്ന് പറഞ്ഞാൽ ഈ യഹൂദ മതത്തിൻ്റെ, ക്രിസ്തു മതത്തിന് ശേഷം ഉണ്ടാകുന്നൊരു മതമാണ്. അതിൽ എതിർപ്പുണ്ടാവില്ല എന്നുള്ളതാണ് കരുതുന്നത്. അപ്പോൾ ഈ കാര്യങ്ങളെക്കുറിച്ചൊന്ന് പിന്നെ വ്യക്തമായൊരു മറുപടി പ്രതീക്ഷിക്കുന്നു. പിന്നീട് ഈ ഭാരതീയ ദർശനങ്ങൾ, ഈ ഷഡ്ദർശനങ്ങൾ, ന്യായം, വൈശേഷികം, സാങ്ക്യം, ഉത്തരമീമാംസ, പൂർവമീമാംസ, ഈ ദർശനങ്ങളെപ്പറ്റി കൂടുതൽ പ്രാസംഗികരിൽ നിന്ന് ചെറുതായിട്ടൊരു വിവരണം ആഗ്രഹിക്കുന്നു, താല്പര്യപ്പെടുന്നു. എൻ്റെ പേര് കോവിലകൻ രാജേഷൻ നായർ, പരുത്തിക്കാട്, മലപ്പുറം ജില്ല കേട്ടോ. പരുത്തിക്കാട് നേറ്റീവ് പ്ലേസ്. ബഹുമാനായ സുഹൃത്ത്, ഒന്നാമതായി തന്നെ എൻ്റെ സംസാരത്തിൻ്റെ തുടക്കത്തിലെ ഒരു വാദത്തെ ഗണ്ണിച്ചിരിക്കുക. ഭൗതിക ദർശനങ്ങൾ എന്ന് പറയുമ്പോൾ അത് തിന്നുക, കുടിക്കുക, രസിക്കുക, രമിക്കുക എന്ന തത്വശാസ്ത്രത്തിൽ അധിഷ്ഠിതമാണ് എന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ അത് ഭാരതീയ ദർശനങ്ങൾ അതിന് അപവാദമാണെന്നാണ് ഒന്നാമതായി. ഭാരതീയ ഷഡ്ദർശനങ്ങളിൽ ന്യായം, വൈശേഷികം, അത് പിന്നെ ഉത്തരമീമാംസ, പൂർവമീമാംസ തുടങ്ങിയ ഈ ഷഡ്ദർശനങ്ങൾ, ഈ ഷഡ്ദർശനങ്ങളെ കുറിച്ച് വിശദീകരിക്കാൻ എന്നാൽ അത് ഒരു പ്രസംഗത്തിന്റെ പരിധിയിൽ പോലും പെടുന്നതല്ല എന്ന് സുഹൃത്തിനറിയാം, പഠിച്ചിട്ടുണ്ടെങ്കിൽ. അതൊരുപാട് വിശദീകരിക്കേണ്ടതാണ്. ഓരോ ദർശനങ്ങളുടെയും വ്യത്യസ്തങ്ങളായ സിദ്ധാന്തങ്ങളും തത്വശാസ്ത്രങ്ങളും അതെല്ലാം തന്നെ വേദത്തിന്റെ അടിസ്ഥാനത്തിലുള്ളതായിരുന്നു. ഇവിടെ സുഹൃത്തിന്റെ വാദം ഒന്നാമതായി ഇന്ത്യയിലെ, ഭാരതത്തിലെ ഈ ജൈന ബൗദ്ധ ദർശനങ്ങൾ നാസ്തിക ദർശനങ്ങളാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു അടിസ്ഥാനപരമായ കാര്യം, നാസ്തിക ദർശനങ്ങൾ, ആസ്തിക ദർശനങ്ങൾ എന്ന തരം തിരിവ് നമ്മൾ ഉണ്ടാക്കിയതാണ്, ആധുനികന്മാരുണ്ടാക്കിയതാണ്. ജൈന ദർശനത്തിന്റെ ഗ്രന്ഥങ്ങളിലോ അതേപോലെ തന്നെ ബൗദ്ധ ദാർശനിക ഗ്രന്ഥങ്ങളിലോ പിടികങ്ങളിലോ ഒന്നും തന്നെ ഈ ദർശനങ്ങളെ നാസ്തിക ദർശനങ്ങളായി പരിചയപ്പെടുത്തിയിട്ടേ ഇല്ല. അത് അന്നത്തെ വേദപ്രാമാണ്യത്തെ ചോദ്യം ചെയ്തിരുന്നു എന്നത് ശരിയാണ്. ദൈവത്തെക്കുറിച്ച് ബുദ്ധന്റെയും ജൈനന്റെയും ഗ്രന്ഥങ്ങളിൽ കാണുന്നില്ല എന്നതും ശരിയാണ്. അന്നത്തെ പൗരോഹിത്യത്തെ ശക്തമായി ചോദ്യം ചെയ്തിരുന്നു എന്നതും ശരിയാണ്. പക്ഷേ ബൗദ്ധ ദർശനങ്ങളിൽ കാണുന്ന നിർവ്വാണ സങ്കല്പം ആത്മാവിന്റെ അസ്തിത്വത്തെയും ആത്മാവിന്റെ അനശ്വരതയെയും കൃത്യമായി പഠിപ്പിക്കുന്നുണ്ട് എന്നും അതുകൊണ്ട് തന്നെ ഭൗതികവാദ ദാർശനികന്മാർ പോലും, ആധുനികരായ ഭൗതികവാദ ദാർശനികന്മാർ പോലും, ചതോപാധ്യായെ പോലെയുള്ള, രാഹുൽ സാങ്കൃത്യായനെ പോലെയുള്ള, കൊസാംബിയെ പോലെയുള്ള ആളുകൾ പോലും ഒരു പൂർണ്ണ ഭൗതിക ദർശനമായി ബൗദ്ധ ദർശനത്തെയോ ജൈന ദർശനത്തെയോ അവതരിപ്പിക്കുവാൻ മടിക്കുന്നവരാണ് എന്ന കാര്യവും നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നത്, ഈ ജൈനന്റെ, വർത്തമാന മഹാവീരന്റെ, അതല്ലെങ്കിൽ ശ്രീബുദ്ധന്റെ രചനകളോ അദ്ദേഹത്തിന് ലഭിച്ചു എന്ന് പറയുന്ന ബോധനമോ അതന്നെ നിങ്ങൾ ചിന്തിച്ചു നോക്കുക. അത് തന്നെ നമ്മൾ ചിന്തിച്ചു നോക്കുക. ശ്രീബുദ്ധൻ ഇങ്ങനെ തപസ്സരിക്കുമ്പോൾ ഒരു ബോധോദയം ഉണ്ടായി എന്നാണ്. ഒരു ബോധോദയം. ഈ ബോധോദയം എവിടെ നിന്നുണ്ടായി? ഒരു അടിസ്ഥാനപരമായ ചോദ്യമാണത്. സ്വന്തമായ ഒരു ബോധോദയം ഉണ്ടായി എന്നാണെങ്കിൽ ആ ബോധോദയം അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം കൃത്യമായി മുൻപേ ഒരു ജീവിത നിഷേധത്തിൽ അധിഷ്ഠിതമായ, അതല്ലെങ്കിൽ അഹിംസയിൽ അധിഷ്ഠിതമായ സിദ്ധാന്തത്തിൽ കൊട്ടാരത്തിൽ നിന്ന് ഇറങ്ങി വന്ന അദ്ദേഹം
അദ്ദേഹം ഇങ്ങനെ ഇരുന്നപ്പോൾ മനസ്സിലേക്ക് ഒരു ജ്ഞാനോദയം ഉണ്ടായി. ആ ജ്ഞാനോദയം ഒരു സ്രോതസ്സിൽ നിന്നാകണം, മറ്റൊരു സ്രോതസ്സിൽ നിന്നാകണമല്ലോ ഒരു പുതിയ ജ്ഞാനം ഉണ്ടാകേണ്ടത്, അല്ലെങ്കിൽ പുതിയ ഒരു പ്രവാഹം ഉണ്ടാകേണ്ടത്. അവിടെ തന്നെ മനുഷ്യനല്ലാത്ത ജ്ഞാനങ്ങളുടെ മുഴുവനും സ്രോതസ്സായ ഒരു സ്രഷ്ടാവിലേക്ക് ഇതെല്ലാം അടിസ്ഥാനപരമായി വിരൽ ചൂണ്ടുന്നു എന്നാണ് ഞാൻ പറയുന്നത്. അതേസമയം ഇപ്പോൾ ലഭിച്ചിട്ടുള്ള ജൈന ബൗദ്ധ ഗ്രന്ഥങ്ങളെല്ലാം തന്നെ നമുക്ക് അതിലൊന്നും ദൈവത്തെക്കുറിച്ച് കൃത്യമായ പരാമർശങ്ങളില്ല എന്നത് ശരിയാണ്. പക്ഷേ അത് ലഭിച്ചിട്ടുള്ള എന്നതിന് നിങ്ങൾ അടിവര കൊടുക്കുക. ബൗദ്ധ ഗ്രന്ഥങ്ങളോ ജൈന ഗ്രന്ഥങ്ങളോ ഇന്ന് നമുക്ക് പൂർണ്ണമായി ലഭ്യമായിട്ടില്ല. അത് തന്നെ കിട്ടിയത് തന്നെ ശ്രീബുദ്ധന്റെയും വർദ്ധമാന മഹാവീരന്റെയും എല്ലാം പിൻഗാമികൾ രചിക്കുകയും ആ പിൻഗാമികൾ ഇങ്ങനെ കഥകളിലൂടെയും മറ്റും ഉപദേശങ്ങളായി പറഞ്ഞു പോവുകയും ചെയ്ത കാര്യങ്ങളാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവയെ കൃത്യമായി ഒരു ഭൗതിക ദർശനങ്ങൾ എന്ന രീതിയിൽ നമ്മൾക്ക് മാറ്റി നിർത്തുന്നത് എത്രത്തോളം ശരിയാണ് എന്നതാണ് നമ്മൾ ഒന്നാമതായി ചിന്തിക്കേണ്ടത്. എന്താ വെച്ചാൽ ആത്മീയമാണ് ഈ ബൗദ്ധ ജൈന ദർശനങ്ങൾ എന്നുള്ളത് സത്യമാണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം നിർവ്വാണ സങ്കല്പം ആത്മാവുമായി ബന്ധപ്പെട്ടതാണ്. ദൈവത്തെ സൂചിപ്പിക്കുന്നില്ലെങ്കിലും ഒരു ശാശ്വത ജീവിതത്തെയും നിർവ്വാണത്തെയും എല്ലാം കുറിച്ച് പറയുന്നത് കൊണ്ട് തന്നെ ഇവയെ പൂർണ്ണമായ ഭൗതിക ദർശനങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തുന്നത് ശരിയാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്നാൽ ഭൗതിക ദർശനം എന്ന് പറഞ്ഞാൽ ഭൗതിക ലോകത്തിന്റെ യാഥാർത്ഥ്യം മാത്രം അംഗീകരിക്കുന്നവരാണ്. ഭൗതിക ദർശനങ്ങൾ എന്ന് പറഞ്ഞാൽ ഭൗതിക ലോകത്തിന്റെ യാഥാർത്ഥ്യം മാത്രം അംഗീകരിക്കുന്നവരാണ്. അവരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഭാരതത്തിലെ ചാർവാക ദർശനം സുഹൃത്തിനെ അംഗീകരിക്കേണ്ടായി. അത് ചാർവാക മുനി ലോകായത ദർശനം പിന്നെ ചാർവാക മുനി തന്നെ പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഞാനിവിടെ പറഞ്ഞത്. തിന്നുക, കുടിക്കുക, രസിക്കുക, രമിക്കുക, ഇതാണ് ജീവിതത്തിന്റെ അടിസ്ഥാനപരമായ പരമാവധി ഈ ജീവിതം ആസ്വാദകരമാക്കുക എന്നതാണ് ഈ ജീവിതത്തിൽ എന്റെ ലക്ഷ്യം എന്ന് അദ്ദേഹം സൂചിപ്പിക്കേണ്ടായി. ഇതേപോലെ തന്നെ എപ്പിക്യൂറസിനെ കുറിച്ച് പറയുമ്പോൾ എപ്പിക്യൂറസിന്റെ സിദ്ധാന്തങ്ങളെ കുറിച്ചായിരുന്നു കാൾ മാർക്സിന്റെ ആധുനിക ഭൗതികവാദത്തിന്റെ ആ ഭൗതികവാദ ദർശനത്തിന്റെ പിതാവ് എന്ന് പറയാൻ സാധിക്കുന്ന കാൾ മാർക്സിന്റെ ഡോക്ടറേറ്റ് തിസീസ് എന്നുള്ള വസ്തുത കൂടി നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെയുള്ള എപ്പിക്യൂറസ്, ആ എപ്പിക്യൂറസ് അദ്ദേഹം എപ്പിക്യൂറിയനിസത്തിന്റെ തന്നെ എപ്പിക്യൂറിയനിസം എന്ന റിസം തന്നെ മാർക്സിസത്തിന്റെ എല്ലാം കടന്നുകയറ്റത്തിന് മുമ്പ് നിലവിലുണ്ടായിരുന്നു എന്നുള്ളതാണ് സത്യം. ആ എപ്പിക്യൂറിയനിസത്തിന്റെ തന്നെ അടിസ്ഥാന സിദ്ധാന്തം എന്താണ്? തിന്നുക, കുടിക്കുക, രസിക്കുക, രമിക്കുക എന്നായിരുന്നു. അപ്പൊ ഞാൻ സൂചിപ്പിക്കുന്നത് ഇതാണ്. നാസ്തിക ദർശനങ്ങളെ കുറിച്ച് സൂചിപ്പിക്കാനുള്ളത് ഭാരതീയ ദർശനങ്ങളിൽ ആസ്തിക നാസ്തിക വിഭജനം മറ്റൊരടിത്തറയിലാണ്. വേദത്തിന്റെ പ്രാമാണ്യത്തെ അംഗീകരിക്കുന്ന ദർശനങ്ങൾ ആസ്തിക ദർശനമായും വൈദിക പ്രാമാണ്യത്തെ നിഷേധിക്കുന്ന ദർശനങ്ങളെ നാസ്തിക ദർശനവുമായുമായിട്ട് പൊതുവെ പറയാറുള്ളത്. അങ്ങനെയാണ് നാസ്തിക ദർശനങ്ങളുടെ പട്ടികയിൽ ബൗദ്ധ ജൈന ദർശനങ്ങൾ വന്നത് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. അവയെ നമ്മുടെ സാധാരണ വ്യവഹാരത്തിലുള്ള ഒരു ഭൗതിക ദർശനമായി ഏതായിരുന്നാലും കാണാൻ സാധ്യമല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. എൻ്റെ വീക്ഷണം സ്വാഭാവികമായി തന്നെ ലഭിച്ച രേഖകളുടെ അടിസ്ഥാനത്തിലാണ്. അവരുടെ രേഖകളൊന്നും പൂർണ്ണമായി ലഭ്യമല്ല എന്നുള്ളത് കൊണ്ട് എൻ്റെ വീക്ഷണം ശരിയാകാം, തെറ്റാകാം. പക്ഷെ ലഭിച്ച രേഖകളുടെ അടിസ്ഥാനത്തിൽ ഇതാണ് ശരിയെന്ന് തോന്നുന്നു എന്ന് മാത്രമാണ് സൂചിപ്പിക്കാനുള്ളത്. പിന്നീട് സുഹൃത്തിന്റെ ചോദ്യം, സത്യത്തിൽ ഹിന്ദു മതമല്ലേ ലോകത്ത് ആദ്യത്തിൽ ഉണ്ടായ മതം? അതേപോലെ തന്നെ ആദ്യത്തിൽ ഉണ്ടായ വേദഗ്രന്ഥം പിന്നെ ഋഗ്വേദ, സാമവേദ, യജുർവേദാദി അഥർവവേദ സംഹിതകളല്ലേ എന്തെല്ലാമാണ്? ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആദ്യം ഏത് പിന്നെ ഏത് എന്ന ചർച്ചയേക്കാൾ മനുഷ്യരുടെ മോക്ഷത്തിന് ഇവിടെ ഒരു ദർശനം, ആസ്തിക ദർശനങ്ങൾ പ്രത്യേകിച്ച് മനുഷ്യരുടെ മോക്ഷപാട് ആസ്തിക ദർശനങ്ങളുടെ അടിസ്ഥാനപരമായ തത്വം, അടിസ്ഥാനപരമായ സന്ദേശം, ആ മോക്ഷത്തിന് നിമിത്തമാകുന്ന രീതിയിൽ ലോകത്തിൽ എല്ലായിടത്തേക്കും പ്രവാചകന്മാരുടെ നിയോഗമുണ്ടായി എന്നാണ് ഇസ്ലാം. ഞാൻ എൻ്റെ പ്രസംഗത്തിൽ സൂചിപ്പിച്ചുവെങ്കിലും സുഹൃത്ത് മനസ്സിലാക്കിയോ എന്ന് ഞാൻ സംശയിക്കുന്നു. ഇസ്ലാമിന്റെ സ്ഥാപകൻ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് എന്ന് അദ്ദേഹം അവകാശപ്പെടുകയോ പരിശുദ്ധ ഖുർആനിൽ എവിടെയെങ്കിലും പറയുകയോ ചെയ്തിട്ടില്ല. ഇസ്ലാം എല്ലാ പ്രവാചകന്മാരും പഠിപ്പിച്ച ആശയപാട്. അത് നിങ്ങൾ ചിന്തിച്ചു നോക്കുക. ഏത് മതം എന്താണ്? പ്രവാചകന്മാർക്ക് ശേഷം പുണ്യപുരുഷന്മാർക്ക് ശേഷം ആ പുണ്യപുരുഷന്മാരുടെ പിൻഗാമികളാണ് ഉണ്ടാക്കാറുള്ളത്. ബുദ്ധമതം ഉദാഹരണത്തിന് നമുക്ക് ഭാരതീയ ദർശനങ്ങൾ തന്നെ എടുക്കാം. ബുദ്ധമതം എന്നൊരു മതം ശ്രീബുദ്ധന്റെ കാലത്തുണ്ടായിരുന്നോ? തീർച്ചയായും ഉണ്ടായില്ല. അദ്ദേഹം കുറെ ഉപദേശങ്ങൾ കൊടുത്തു. പക്ഷെ പിൽക്കാലഘട്ടത്തിൽ വിഗ്രഹാരാധനക്കും അതേപോലെ തന്നെ ആ രൂപത്തിലുള്ള എല്ലാ
തിന്മകൾക്കുമെതിരെ പോരാടിയ, ഇങ്ങനെ ദൈവം തന്നെ ആ ദൈവത്തെ തന്നെ സങ്കല്പിക്കാത്ത രൂപത്തിൽ എന്ന് പറഞ്ഞല്ലോ, ആ രൂപത്തിൽ പറഞ്ഞ ശ്രീബുദ്ധനെ തന്നെ ഒരു വിഗ്രഹമാക്കുകയും അദ്ദേഹത്തെ ദൈവമാക്കുകയും ചെയ്തുകൊണ്ട് പിൽക്കാലഘട്ടത്തിലാണ് ബുദ്ധമതം ഉണ്ടായത്. ബുദ്ധന്റെ പേരിലുള്ള മതം പിൽക്കാലത്തുണ്ടായതാണെന്ന് അർത്ഥം. വർദ്ധമാന മഹാവീരന്റെ പേരിലുള്ള മതം പിൽക്കാലത്തുണ്ടായതാണ്. ക്രിസ്തുവിന്റെ പേരിലുള്ള മതം പിൽക്കാലഘട്ടത്തിൽ ഉണ്ടായതാണ്. ക്രിസ്തു മതം ക്രിസ്തു സ്ഥാപിച്ചതല്ല. ക്രിസ്തുവിന് ശേഷം ക്രിസ്തുവിന്റെ അനുയായികളെ ചീത്ത പറയാൻ വേണ്ടി ബാക്കിയുള്ളവർ പറഞ്ഞതാണ് അവർ ക്രിസ്ത്യാനികൾ എന്ന്. ക്രിസ്തുവിന്റെ അനുയായികളെ ചീത്ത പറയാൻ വേണ്ടി, അവരെ വികൃതവൽക്കരിക്കാൻ വേണ്ടി മറ്റുള്ളവർ ജാതികളിൽപ്പെട്ടവർ പറഞ്ഞതാണ് ഇതാ ക്രിസ്ത്യാനി ക്രിസ്ത്യാനി എന്ന്. അത് പിന്നീട് ക്രിസ്തുമതം ആയിത്തീരുകയാണ് ഉണ്ടായത് എന്നുള്ളതാണ് സത്യം. ഇതേപോലെ ഏത് മതം എടുത്താലും നമുക്ക് കാണാൻ സാധിക്കും, പിന്നെ ഒന്നുകിൽ ഒരു പ്രദേശത്തിന്റെ പേര്, അതല്ലെങ്കിൽ ഒരു തറവാടിന്റെ പേര്, അതല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ പേര്, ഇതെല്ലാമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഇതെല്ലാമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഇപ്പോ ഹിന്ദു മതത്തെ കുറിച്ച് സുഹൃത്ത് പറഞ്ഞു. ഹിന്ദു എന്ന പദം നമുക്കറിയാം ഭാരതവുമായി ബന്ധപ്പെട്ടതാണ്. ഭാരതീയ ദർശനങ്ങളിൽ ഒരു ഗ്രന്ഥത്തിൽ ഹിന്ദു എന്നുള്ള പദമില്ല. ഹിന്ദു ശബ്ദം ഭാരതീയ ദാർശനിക ഗ്രന്ഥങ്ങളിൽ, വേദസംഹിതകളിലോ ഉപനിഷത്തുകളിലോ ആരണകങ്ങളിലോ വേദാംഗങ്ങളിലോ ബ്രാഹ്മണങ്ങളിലോ പുരാണങ്ങളിലോ അതല്ലെങ്കിൽ അവസാനമായി ഉണ്ടായ ഇതിഹാസങ്ങളിലോ ഭഗവത്ഗീതയിൽ പോലുമോ ഹിന്ദു ശബ്ദമില്ല. പിന്നെ എന്താണ് ഹിന്ദു ശബ്ദത്തിനർത്ഥം? ഈ സപ്തസിന്ധു എന്ന അർത്ഥം കൊടുക്കുന്നു, പല രീതിയിൽ അർത്ഥം കൊടുക്കുന്നു. ഏതായിരുന്നാലും ഈ ഒരു പ്രദേശമാണ് ഹിന്ദു ശബ്ദം കൊണ്ട് വിവക്ഷിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. ആ പ്രദേശത്ത് രൂപവൽക്കരിക്കപ്പെട്ട ദാർശനിക സംഹിതകളെ സൂചിപ്പിക്കാൻ വേണ്ടി ഹിന്ദു മതം എന്ന് വിളിച്ചു. അതിൽ തന്നെ സുഹൃത്ത് പറഞ്ഞതുപോലെ നാസ്തികവും ആസ്തികവുമായ ദർശനങ്ങൾ ഉണ്ടായി, വേദങ്ങൾ അനുകൂലിക്കുകയും വിരുദ്ധവുമായ ദർശനങ്ങൾ ഉണ്ടായി. ഇങ്ങനെ പല രീതിയിലുള്ള വൈരുദ്ധ്യാധിഷ്ഠിതമായ ദർശനങ്ങൾ ഉണ്ടായി. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം, ഭാരതത്തിൽ മഹാപുരുഷന്മാരായിട്ടുള്ള ആളുകൾ ഉണ്ടായിട്ടുണ്ട്, യാതൊരു സംശയമില്ല. അവർ പ്രബോധനം ചെയ്തത് കൃത്യമായ ദൈവിക മാർഗദർശനമാണ് ആയിരിക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ അവരിൽ ആരും തന്നെ ഞങ്ങളെ ആരാധിക്കുക എന്ന പരാമർശം വേദസംഹിതകളിൽ നിങ്ങളെടുത്ത് പരിശോധിച്ചു നോക്കുക. ഏതെങ്കിലും ഒരു ഋഷി എന്നെ ആരാധിക്കുക എന്നോ എന്നോട് പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞതായിട്ട് നമുക്ക് കാണാൻ സാധ്യമല്ല. മറിച്ച് എന്താണ്, വേദസംഹിതകളിലെല്ലാം തന്നെ സൃഷ്ടികർത്താവിന്റെ മഹത്വമാണ്. അവന് പല പേരുകൾ വിളിച്ച് അവന്റെ മഹത്വത്തെ കുറിച്ച് ഉപനിഷത്തുകളിൽ ഞാൻ ഇവിടെ സൂചിപ്പിച്ചു സൃഷ്ടിപൂജയെ അതിശക്തമായി വിമർശിക്കുന്ന വചനങ്ങൾ എന്നാണ് യജുർവേദത്തിലെ 32-ാം അധ്യായത്തിൽ സൂചിപ്പിക്കുന്നത്. എന്താണ്? വിശുദ്ധ നാമങ്ങൾ ഉൾക്കൊണ്ടിട്ടുള്ള ആ മഹാശക്തി, അവന് പ്രതിമയില്ല, അവന് വിഗ്രഹമില്ല, അവന് യാതൊരു പ്രതിരൂപവുമില്ല എന്ന് പറഞ്ഞിട്ടുള്ള പ്രതിരൂപങ്ങളെ പൂർണ്ണമായി നിഷേധിച്ചുകൊണ്ടുള്ള വചനങ്ങൾ വരെ നമുക്ക് വേദസംഹിതകളിൽ കാണാൻ സാധിക്കുകയാണ്. ഇതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നത് ദൈവം തമ്പുരാനിൽ നിന്ന് സന്ദേശം ഉൾക്കൊണ്ടുകൊണ്ട് കടന്നു വന്ന പ്രവാചകന്മാർ, ദൈവദൂതന്മാർ ഭാരതത്തിലും പുറത്തുമെല്ലാം ഉണ്ടായിട്ടുണ്ട്. പരിശുദ്ധ ഖുർആൻ സൂചിപ്പിക്കുന്നു, ഞാനിവിടെ സൂചിപ്പിച്ചു, വൈൻ മിൻ ഉമ്മത്തിനില്ല ഖലാഫിഹാ നദീർ. ഖുർആനിലെ 35-ാം അധ്യായം സൂറത്തുൽ ഫാത്തിറിലെ 24-ാമത്തെ വചനം. എല്ലാ സമുദായങ്ങളിലേക്കും പ്രവാചകന്മാരുടെ നിയോഗം ഉണ്ടായിട്ടുണ്ട്. ഭാരതത്തിലേക്കും പ്രവാചകന്മാരുടെ നിയോഗം ഉണ്ടായിരുന്നിരിക്കണം. അവരിലൂടെ അവതരിപ്പിക്കപ്പെട്ട വേദഗ്രന്ഥങ്ങൾ ഭാരതത്തിൽ നിലനിന്നിരിക്കണം. ഒരു കാര്യം ഉറപ്പാണ്, ഋഗ്വേദ, സാമവേദ, യജുർവേദാദി അഥർവവേദ സംഹിതകൾ വരുന്നതിന് മുൻപ് തന്നെ ഭാരതത്തിൽ വേദത്തെ കുറിച്ചുള്ള വിശ്വാസം ഉണ്ടായിരുന്നു. ഒരു മഹാവേദ സംഹിതയെ കുറിച്ച് പല ഐതിഹ്യങ്ങളിലും നമുക്ക് കാണാൻ സാധിക്കും. പുരാണങ്ങളിൽ പലപ്പോഴും പറയുന്നതായി വിഷ്ണുവും മഹാവിഷ്ണുവും അതേപോലെ തന്നെ ഹനുമാനുമെല്ലാം പറയുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. വേദം നഷ്ടപ്പെടുകയും അത് വീണ്ടെടുക്കുകയും എല്ലാം ചെയ്തതിനെ കുറിച്ച്. അപ്പൊ ഈ അടിസ്ഥാന വേദസംഹിത, ആ വേദസംഹിതയിൽ ഉള്ളൊരു വിശ്വാസം ഭാരതീയ മനസ്സിലുണ്ട്, ഒരു ഐതിഹ്യമായിട്ടെങ്കിലും അത് സത്യത്തിൽ പ്രവാചകന്മാരിലൂടെ അവതരിപ്പിക്കപ്പെട്ട വേദമായിരിക്കും. പിൽക്കാലഘട്ടത്തിൽ ആ വേദത്തിൽ നിന്ന് ആളുകൾ അകലുകയോ അല്ലെങ്കിൽ വേദത്തിന്റെ വചനങ്ങൾ വ്യാഖ്യാനിക്കപ്പെടുകയോ ആ വേദം നഷ്ടപ്പെടുകയെല്ലാം ചെയ്തപ്പോ കൃഷ്ണദ്വൈപായന മഹർഷിയാണ് വേദങ്ങളെ സമാഹരിക്കുകയും പകുക്കുകയും എല്ലാം ചെയ്തത് എന്നാണ് ഐതിഹ്യം. ഞാൻ സൂചിപ്പിക്കുന്നത് ഇതാണ്, വേദസംഹിതകളുടെ പൗരാണികത്വമോ മറ്റോ അല്ല, മറിച്ച് മനുഷ്യർക്ക് മാർഗദർശനം ചെയ്യാൻ ദൈവികം എന്ന് പൂർണ്ണമായി ഉറപ്പുള്ള, മാനുഷികമായ കരവിരുതുകൾ നടന്നിട്ടില്ല എന്ന് പൂർണ്ണമായി ഉറപ്പുള്ള സ്രോതസ്സാണ് നമുക്ക് അനിവാര്യം. അവിടെ വേദസംഹിതകളെ കുറിച്ചായിരുന്നാലും ഉപനിഷത്തുകളെ കുറിച്ചായിരുന്നാലും എല്ലാം പിൽക്കാലഘട്ടത്തിൽ അവയുടെ രചനാ കാലഘട്ടത്തിന് ശേഷം മനുഷ്യരുടെ കരവിരുതുകൾ നടന്നിട്ടുണ്ട് എന്ന് അതിന് പണ്ഡിതന്മാർ തന്നെ
സമ്മതിക്കുന്ന കാര്യമാണ്. ഹൈന്ദവ പണ്ഡിതന്മാർ തന്നെ വേദസംഹിതകളുടെ സത്യതയ്ക്കു വേണ്ടി പുസ്തകം എഴുതിയ ശ്രീ നരേന്ദ്രഭൂഷൺ തന്റെ വൈദിക സാഹിത്യ ചരിത്രം എന്ന പുസ്തകത്തിൽ വ്യക്തമായി സമ്മതിക്കുന്നുണ്ട്. ഇടക്കാലഘട്ടത്തിൽ വേദങ്ങൾ നഷ്ടപ്പെട്ടു പോവുകയും ആ ബ്രാഹ്മണമേത്, ശാഖയേത്, ആരണ്യകവേത്, സാക്ഷാൽ സംഹിത ഏത് എന്ന് മനസ്സിലാകാത്ത അവസ്ഥയുണ്ടാവുകയെല്ലാം ചെയ്ത ഒരുപാട് പരിണാമഗുപ്തികൾ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിൽ മാനുഷികമായ കരവിരുതുകൾ, ഇത് അതേപോലെ ദൈവികമാണെന്ന് പറഞ്ഞാൽ തന്നെ ഇതിൽ മാനുഷികമായ കരവിരുതുകൾ ഉണ്ടായിട്ടുണ്ട്. പിൽക്കാലഘട്ടത്തിൽ പ്രക്ഷിപ്തങ്ങൾ ഉണ്ടായിട്ടുണ്ട്, കടത്തിക്കൂട്ടലുകൾ ഉണ്ടായിട്ടുണ്ട്, എടുത്തുമാറ്റലുകൾ ഉണ്ടായിട്ടുണ്ട് എന്ന് പണ്ഡിതന്മാർ സമ്മതിക്കുന്നു. ഇവിടെ അതിന് തികച്ചും അപവാദമാണ് പരിശുദ്ധ ഖുർആൻ എന്നാണ് ഞാൻ സൂചിപ്പിച്ചത്. മനുഷ്യരുടെ കരവിരുതുകൾ നടന്നിട്ടില്ലാത്ത ദൈവികമെന്ന് സ്വയം പ്രഖ്യാപിക്കുന്ന വേദഗ്രന്ഥമാണ് പരിശുദ്ധ ഖുർആൻ. അലിഫ് ലാം മീം തൻസീൽ അൽ കിതാബ് ലാ റൈബ ഫീഹി മിൻ റബ്ബിൽ ആലമീൻ. ഖുർആനിലെ 32-ാം അധ്യായം സൂറത്തു സജദയിലെ 1-2 വചനങ്ങളിൽ ഖുർആൻ സ്വയം അവകാശവാദം ഉന്നയിക്കുകയാണ്. ഈ ഗ്രന്ഥം അവതരിപ്പിക്കപ്പെട്ടത് സംശയമൊന്നും വേണ്ട സർവ്വലോക രക്ഷിതാവിൽ നിന്നുള്ളത്, സർവ്വലോക രക്ഷിതാവായ തമ്പുരാനിൽ നിന്നാകുന്നു. അങ്ങനെ സർവ്വലോക രക്ഷിതാവായ തമ്പുരാനിൽ നിന്നാണ് ഗ്രന്ഥം അവതരിപ്പിച്ചത് എന്ന് സ്വയം അവകാശപ്പെടുന്ന ഇന്ന് നിലനിൽക്കുന്ന ഏക ഗ്രന്ഥവും പരിശുദ്ധ ഖുർആനാണ് കേട്ടോ. വേദസംഹിതകളിൽ പിന്നെ ഋഷിമാരുടെ രചനകളായി വചനങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഋഷിമാർ ദൈവപ്രോക്തമായിട്ടാണ് രചനകൾ നിർവഹിച്ചത് എന്നുള്ള പരാമർശം, അതല്ലെങ്കിൽ ഐതിഹ്യം നമുക്ക് പലയിടങ്ങളിൽ കാണാനും സാധിക്കും. പക്ഷേ ഇവിടെയെല്ലാം നമ്മൾ അറിയുന്നത് ഇനി ആ വേദങ്ങൾ മൂലത്തിൽ ദൈവികമാണ് എന്ന് നമ്മൾ സങ്കല്പിച്ചാൽ തന്നെ പിൽക്കാലഘട്ടത്തിൽ മാനുഷിക കരവിരുതുകൾ നടന്നു. അതുകൊണ്ട് തന്നെ ഈ വേദങ്ങളിൽ പോലും ചാതുർവർണ്ണയം കടന്നു വന്നു. വേദങ്ങളിൽ പോലും അധാർമികമായ പരാമർശങ്ങൾ ഉണ്ടായി. വേദങ്ങളിൽ പോലും ആഭിചാര കർമ്മങ്ങൾക്ക് അനുമതിയുണ്ടായി. ഇങ്ങനെ പലതും നമുക്ക് കാണാൻ സാധിക്കും. ഇതെന്താണ്? പുരോഹിതന്മാരുടെ കൈകടത്തലുകൾ ഉണ്ടായതുകൊണ്ട്. അതുകൊണ്ട് കൈകടത്തലുകളിൽ നിന്ന് മുക്തമായ വേദമാണ് നമുക്ക് ആവശ്യം. എന്തിന്? മനുഷ്യരെ ധാർമ്മിക മാർഗദർശനം ചെയ്യാൻ. കാലത്തിന്റെ പഴക്കത്തിന്റെ കാര്യത്തിൽ വേദസംഹിതകൾ ഒരുപാട് പഴക്കമുള്ള ഗ്രന്ഥങ്ങളാണ്, സംശയമൊന്നുമില്ല. അനാലേഖ്യ സരസ്വതി അഥവാ എഴുതപ്പെടാത്ത വിദ്യയായി സംരക്ഷിക്കപ്പെട്ടു പോന്ന വേദസംഹിതകൾ പിൽക്കാലഘട്ടത്തിൽ ഒരുപാട് കാലത്തെ പഴക്കമുള്ള ഗ്രന്ഥങ്ങളാണെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. പക്ഷേ അവിടെ ഇടക്കാലത്ത് പല രീതിയിൽ പ്രക്ഷുബ്ധങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് പണ്ഡിതന്മാർ സമ്മതിക്കുന്നു. ഇവിടെ നമ്മുടെ ചർച്ച ഏതാണ് വലുത് എന്നല്ല, ഹിന്ദു മതമാണോ ഇസ്ലാമാണോ വലുത് എന്നല്ല, അല്ലെങ്കിൽ ഏതെങ്കിലും ഗ്രന്ഥമാണോ മറ്റേ ഗ്രന്ഥമാണോ വലുത് എന്നുള്ളതല്ല. മറിച്ച് നമ്മുടെ ചർച്ച മനുഷ്യരുടെ മോക്ഷപാട്, മരണാനന്തര ജീവിതത്തിലെ മനുഷ്യരുടെ രക്ഷയാണ്. മരണാനന്തര ജീവിതത്തിലെ രക്ഷയെയും ശിക്ഷയെയും കുറിച്ച് എല്ലാ ഗ്രന്ഥങ്ങളും പറയുന്നു. ആ രക്ഷക്ക് ദൈവിക മാർഗദർശനം അനുധാവനം ചെയ്യുകയാണ് വേണ്ടത് എന്ന് എല്ലാ ഗ്രന്ഥങ്ങളും പറയുന്നു. ദൈവിക മാർഗദർശനമാണ് എന്ന് ഉറപ്പുള്ള യാതൊരു സംശയവുമില്ലാത്ത 2 പ്രമാണങ്ങളാണ് ഞാൻ അവതരിപ്പിച്ചത്, പരിശുദ്ധ ഖുർആനും തിരുസുന്നത്തും. അതിന് പഴക്കത്തിന്റെ കാര്യത്തിലല്ല, അതിന് ഏതെങ്കിലും രൂപത്തിലുള്ള പൗരാണികതയുടെ കാര്യത്തിലല്ല, മറിച്ച് മാർഗദർശനത്തിന്റെ കാര്യത്തിലാണ് തെറ്റുപറ്റാത്തത് എന്ന് അവതരിപ്പിക്കുവാനുള്ളത്. അതാണ് നിങ്ങളുടെ പരിശോധനയ്ക്ക് വിധേയമാക്കപ്പെടണമെന്ന് പറഞ്ഞത്. ഭാരതീയ ഷഡ്ദർശനങ്ങളെ കുറിച്ച് ചർച്ച ഇതേപോലെയുള്ള ഒരു ചർച്ചയിൽ, മോക്ഷവുമായി ബന്ധപ്പെട്ട ചർച്ചയിൽ അപ്രസക്തങ്ങളാണ്. അതാണെങ്കിൽ ആ ഷഡ്ദർശനങ്ങളും പിന്നെ അതോടനുബന്ധിച്ച പിന്നെ ദ്വൈത അദ്വൈത വിശിഷ്ടാദ്വൈത ദ്വൈതാദ്വൈത സിദ്ധാന്തങ്ങളെല്ലാം വിശദീകരിച്ചാൽ തന്നെ മണിക്കൂറുകൾ ഒരുപാട് വേണ്ടി വരും എന്നുള്ളത് കൊണ്ട് നമ്മളൊരു മൂലം കണ്ടുകൊണ്ട്, ഒരു അടിസ്ഥാന ആദർശം കണ്ടുകൊണ്ടുള്ള ചർച്ചയായതുകൊണ്ടാണ് അത്തരം വിഷയങ്ങൾ കടന്നു വരാതിരുന്നത് എന്നുകൂടി സൂചിപ്പിക്കാം. ഈ ബുദ്ധമത ജൈനമത കാര്യങ്ങളിൽ ഈ നിർവ്വാണം അല്ലെങ്കിൽ മോക്ഷത്തെ പറ്റി പറഞ്ഞു. ഈ മോക്ഷം എന്ന് ഉദ്ദേശിക്കുന്ന ആത്മാവ്, ഈ ബൗദ്ധ ജൈനന്മാർ ജീവാത്മാവിനെയാണ് ഉദ്ദേശിക്കുന്നത്. ജീവാത്മാവും പരമാത്മാവും, പരമാത്മാവാണ് യഥാർത്ഥ ഈശ്വരൻ എന്ന് പറയുന്ന ദൈവം എന്ന് പറയുന്ന കാര്യം. അപ്പോൾ അവർ ദൈവത്തിനെ അംഗീകരിക്കുന്നില്ല എന്നുള്ള കാര്യത്തിൽ സംശയമില്ലല്ലോ. അപ്പോൾ ഈ ജീവാത്മാവിന് മാത്രമേ അവർ പ്രാധാന്യം കൊടുത്തിട്ടുള്ളൂ. അതുകൊണ്ടാണ് ബുദ്ധനെ ഒരു ദൈവമായിട്ടും ഈ ജൈനനെ ദൈവമായിട്ടും ബുദ്ധമതക്കാരും ജൈനമതക്കാരും കരുതി പോരുന്നത്. അപ്പോൾ ഈ മോക്ഷം എന്ന് യഥാർത്ഥത്തിൽ പറഞ്ഞാൽ ഈ വീണ്ടും ഈ ഹൈന്ദവ ദർശനം അനുസരിച്ച് ഒരു വീണ്ടും ജന്മമില്ലാത്ത അവസ്ഥ എന്നുള്ളതാണ്. വീണ്ടും ജനിക്കാതിരിക്കുന്ന അവസ്ഥ, അത് ശരിക്ക് ഈ സന്യാസിമാർക്ക് മാത്രമേ ഉള്ളൂ എന്നുള്ള. എന്നുവെച്ചാൽ കർമ്മം, ഈ ജന്മത്തിന് കാരണം കർമ്മമാണ്. ഈ കർമ്മം എപ്പോൾ ഒടുങ്ങുന്നുവോ അപ്പോൾ വീണ്ടും ജന്മമില്ലാത്തൊരവസ്ഥ എത്തുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ ആത്മാവിനെ പ്രാധാന്യം കൊടുത്തിട്ടുണ്ടെങ്കിലും അവർ
ജീവാത്മാവിന് മാത്രമേ അവർ പ്രാധാന്യം കൊടുത്തിട്ടുള്ളൂ, പരമാത്മാവിന് പ്രാധാന്യമേ കൊടുത്തിട്ടില്ല ഈ ജൈന ബൗദ്ധന്മാർ. അപ്പോൾ അതുകൊണ്ട് മാത്രം അവർ ഈശ്വരനെ അംഗീകരിക്കുന്നില്ല എന്നുള്ള കാര്യം ഉറപ്പിച്ചും പറയാം. അപ്പോൾ ഇതിനെപ്പറ്റി കൂടുതൽ വിശദീകരണം താല്പര്യപ്പെടുന്നു. ഇവിടെ സുഹൃത്തിൻ്റെ വാദത്തെ ഞാൻ ഗണ്ണിക്കുകയല്ല. എന്താന്ന് വെച്ചാൽ ബൗദ്ധ ജൈന ദർശനങ്ങളെ സംബന്ധിച്ചിടത്തോളം നമ്മൾക്ക് അറിയാൻ സാധിക്കുന്ന ഒരു വസ്തുത, അവയുടെ മൂലകൃതികൾ നമുക്ക് ലഭ്യമല്ല ഇന്നും. പിൽക്കാലഘട്ടത്തിൽ വർദ്ധമാന മഹാവീരനും ശ്രീബുദ്ധനുമെല്ലാം ശേഷം ഒരുപാട് കാലം കഴിഞ്ഞ് രചിക്കപ്പെട്ട കഥകളും പിടികങ്ങളും എല്ലാപാട് നമ്മുടെ കയ്യിലുള്ളത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇവരെ കൊണ്ട് വിശ്വാസത്തെയും ഇവരുടെ സങ്കല്പങ്ങളെയും കുറിച്ച് നമ്മൾ സിദ്ധാന്തത്തിലെത്തുന്നത്. ഇവിടെ രണ്ട് കാര്യം. ഒന്ന്, ജീവാത്മാവ് തന്നെ, ജീവാത്മാവ് അനശ്വരമാണ്. ആ അനശ്വരത നേടിക്കൊടുക്കുന്നത് എന്താണ്? ഒരടിസ്ഥാന പ്രശ്നമുണ്ടത്. അതേപോലെ തന്നെ പുനർജനനം, ഇവിടെ പറഞ്ഞു പുനർജന്മ സിദ്ധാന്തം. ആ പുനർജന്മ സിദ്ധാന്തത്തിന്റെ അടിസ്ഥാനത്തിൽ പുനർജന്മം ഉണ്ടാകുന്നത് ആര് നിയന്ത്രിക്കുന്നു? അതൊരു പ്രശ്നമുണ്ട്. ഒരു നിയന്ത്രണം അനിവാര്യമാണ്. എന്ത് നന്മ ചെയ്തവൻ പന്നിയോ, നന്മ ചെയ്തവൻ ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യാദികളായി ജനിക്കുന്നു. തിന്മ ചെയ്തവനോ പിന്നെ ആ പന്നിയുടെയോ പട്ടിയുടെയോ ചണ്ടാളന്റെയോ ജനനേന്ദ്രിയത്തിൽ ജനിക്കുന്നു. എങ്കിൽ ഇത് ആരാണ് നിയന്ത്രിക്കുന്നത്? ഈ ജനനത്തിന് തിന്മയും നന്മയും കണക്കാക്കിയിട്ട് നിയന്ത്രിക്കുന്ന മറ്റൊരാൾ ആവശ്യമുണ്ട്. ആ ആൾ ആരാണ്? ഇങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ പറഞ്ഞത് കേവല ഭൗതിക ദർശനങ്ങളായി ഇവയെ കാണാൻ സാധ്യമല്ല എന്ന് ഞാൻ പറഞ്ഞത്. ഒരാത്മീയ ദർശനം എന്ന് പറയാം. അതേസമയം ദൈവ ദർശനമായിട്ട് പറയണമെങ്കിൽ ദൈവത്തെ കുറിച്ചുള്ള കൃത്യമായ, പരമാത്മാവിനെ കുറിച്ചുള്ള കൃത്യമായ പരാമർശം വേണം. അത് കിട്ടിയിടത്തോളമുള്ള രേഖകളിൽ ഇല്ല എന്ന് സുഹൃത്ത് പറഞ്ഞത് ശരിയാണ്. ഇവിടെ വേറൊരു ധാരണ കൂടി ഞാൻ തിരുത്തണം എന്ന് ഉദ്ദേശിക്കുകയാണ്. മറ്റൊന്നുമല്ല, ഹൈന്ദവ ദർശനത്തെ കുറിച്ച് പറഞ്ഞപ്പോൾ ഹിന്ദുക്കളുടെ വിശ്വാസപ്രകാരം എന്താണ്, മനുഷ്യർ പുനർജനിച്ചു കൊണ്ടിരിക്കുന്നു. ഈ പുനർജന്മ ചക്രം അവസാനമായി ദൈവത്തിൽ, പരമാത്മാവിൽ വിലയം പ്രാപിക്കുകയാണ് ചെയ്യുന്നത്. ജന്മമില്ലാത്ത അവസ്ഥയിലേക്കുള്ള പ്രയാണം എന്ന് പറഞ്ഞു. സത്യത്തിൽ അവിടെ ചെറിയൊരു വിയോജനമുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ പുനർജന്മ സിദ്ധാന്തം ഉണ്ടല്ലോ വേദസംഹിതകളിൽ എവിടെയില്ല. ഹൈന്ദവ ഗ്രന്ഥങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അടിസ്ഥാനപരമായ ഗ്രന്ഥങ്ങൾ വേദസംഹിതകളാണ്. ഋഗ്വേദത്തിലോ സാമവേദത്തിലോ യജുർവേദത്തിലോ അഥർവവേദത്തിലോ ഒന്നും തന്നെ പുനർജന്മത്തെ കുറിച്ച് കാണാൻ കഴിയില്ല. എന്നാൽ എന്താ ഉള്ളത്? സ്വർഗനരകങ്ങളെ കുറിച്ച വിശ്വാസം അവിടെ എല്ലാം നമുക്ക് കാണാൻ സാധിക്കുകയും ചെയ്യും. അതിന്റെ ഒരു സൂചനയാണ് ഞാൻ കഠോപനിഷത്തിലും ഈശാവാസ്യത്തിലും നിന്നും എടുത്തുദ്ധരിച്ചത്. കഠോപനിഷത്തിൽ പറയുന്നത് ഞാൻ പറഞ്ഞു, സ്വർഗേ ലോകേ ന ഭയം കിഞ്ചനാസ്തി ന തത്രോത്വം ന ജരയാഭിവേദി ഉഭയ തീർത്വാശനായ പിപാസേ ശോകാദി ഗോ മോദതേ സ്വർഗലോകെ. കഠോപനിഷത്തിലെ പ്രഥമ വല്ലിയിലെ പ്രഥമാധ്യായത്തിലെ 12ാമത്തെ വചനം എന്താ? 1ാമത്തെ വല്ലി 1ാം അധ്യായം 12ാമത്തെ വചനം എന്താ പറയുന്നത്? ഭയമില്ലാത്ത, പ്രശ്നമില്ലാത്ത, പ്രയാസമില്ലാത്ത, മരണമില്ലാത്ത, രോഗമില്ലാത്ത, ജരാനരകളില്ലാത്ത സ്വർഗലോകം. അവിടേക്കാണ് പിന്നെ ദൈവിക മാർഗദർശനം അനുസരിച്ചവർ, സ്വന്തത്തെ മനസ്സിലാക്കിയവർ കടന്നു പോകുന്നത്. അസൂര്യ നാമതേ ലോകേ അന്ധേന തമസാ വൃതാഹ താംസ്ത്യ പ്രേദ്യ വിഗച്ഛന്തിയേ ചാത്മഹാനോ ജനഃ. ഈശാവാസ്യോപനിഷത്തിലെ 3ാമത്തെ ശ്ലോകം. സൂര്യരഹിതങ്ങളായ ലോകങ്ങൾ, ആത്മഘാതികൾ കടന്നു പോകാനിരിക്കുന്ന അഘോരാന്ധകാരത്തിന്റെ ലോകം, നരകലോകം, യമലോകം, അതിനെക്കുറിച്ച് പറയുന്നു. അപ്പോ ഹൈന്ദവ സിദ്ധാന്തത്തിന്റെ അടിത്തറ ഈ പുനർജന്മ വിശ്വാസമാണെന്ന് പറയാൻ സാധ്യമല്ല. പുനർജന്മ വിശ്വാസം നമുക്ക് കാണാൻ സാധിക്കുക ആദ്യമായി ഛന്ദഗ്യോപനിഷത്തിലാണ്. ഛന്ദഗ്യോപനിഷത്തിലെ 5ാം മണ്ഡലത്തിലെ 10ാം അധ്യായത്തിലെ 7ാമത്തെ വചനത്തിലാണ് നമ്മൾ ആദ്യമായി പുനർജന്മ വിശ്വാസം കാണുന്നത്. ആ പുനർജന്മ വിശ്വാസമാകട്ടെ നമ്മൾ വായിച്ചാൽ ഏത് രൂപത്തിലുള്ള ഒരു ഭാരതീയ ദാർശനിക സന്ധിയിലാണ് ഈ പുനർജന്മ വിശ്വാസം ഉണ്ടായി വന്നത് എന്ന് നമുക്ക് മനസ്സിലാവും ചെയ്യും. ഞാനത് ആ വചനം അതേപോലെ ഉദ്ധരിക്കുകയാണ്. ഛന്ദഗ്യോപനിഷത്ത് ഗദ്യ ഉപനിഷത്താണ്. അതുകൊണ്ട് തന്നെ വചനങ്ങൾ ഒരുപാട് നീളമുള്ളതാണ്. അതിന്റെ പരിഭാഷ ഞാൻ പറയുകയാണ്. എന്താണ്? ഈ ജന്മത്തിൽ സ്വധർമ്മം അനുഷ്ഠിച്ചുകൊണ്ട് നന്മ ചെയ്തിട്ടുള്ള ആളുകൾ അടുത്ത ജന്മത്തിൽ ബ്രാഹ്മണനോ ക്ഷത്രിയനോ വൈശ്യനോ ആയി ജനിക്കുന്നു. ഈ ജന്മത്തിൽ സ്വധർമ്മം അനുഷ്ഠിക്കാതെ തിന്മ ചെയ്ത് ജീവിച്ച ആളുകൾ പന്നിയോ
പട്ടിയോ ചണ്ടാളനോ ആയി ജനിക്കുന്നു എന്നാണ്. പണ്ടാളനോ ആയി ജനിക്കുന്നു എന്നല്ല, ചണ്ടാള യോനിയിലോ ജനിക്കുന്നു തന്നെയാണ്. അത് അങ്ങനെ തന്നെയാണ്, ആ ജനനേന്ദ്രിയത്തിൽ ജനിക്കുന്നു എന്ന് തന്നെയാണ് വിശദീകരണം. അപ്പോൾ വിശദീകരണമല്ല, വചനങ്ങളിൽ തന്നെ പറഞ്ഞിട്ടുള്ളത് ബ്രാഹ്മണ യോനിംവ ക്ഷത്രിയ യോനിംവ വൈശ്യ യോനിംവ, വൈശ്യന്റെയും ബ്രാഹ്മണന്റെയും ക്ഷത്രിയന്റെയും യോനിയിൽ ജനനേന്ദ്രിയത്തിൽ ജനിക്കുന്നു എന്ന് തന്നെയാണ്. അപ്പൊ ഞാനിത് സൂചിപ്പിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇത് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കി തരുന്നു പുനർജന്മ വിശ്വാസം എന്നാണ് ഉണ്ടായി വന്നത് എന്നാണ് ജാതിയുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. എന്താ, ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യാദികൾ ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന സുഖ സൗകര്യങ്ങൾക്ക് കാരണം അവർ കഴിഞ്ഞ ജന്മത്തിൽ ചെയ്ത നന്മകളാണ് എന്നും, ഇപ്പോൾ പന്നിയെയും പട്ടിയെയും പോലെ ചണ്ടാളൻ അടിസ്ഥാന വർഗം ആ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പ്രയാസങ്ങൾക്ക് കാരണം അവർ കഴിഞ്ഞ ജന്മത്തിൽ ചെയ്ത തിന്മകളാണ് എന്നും വരുത്തി തീർക്കുവാൻ വേണ്ടി പൗരോഹിത്യം പടച്ച ഒരു സിദ്ധാന്തമാണിത് എന്ന് കൃത്യമായി മനസ്സിലാകുന്നുണ്ട് ഇതിൽ നിന്ന്. മാത്രമല്ല, എന്താണ് ഇതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗം അതുകൂടി പറഞ്ഞാൽ നമുക്ക് കൃത്യമായി. എന്താ, ചണ്ടാളന് പന്നിയെയും പട്ടിയെയും പോലെയുള്ള ചണ്ടാളന് അടുത്ത ജന്മത്തിലെങ്കിലും ബ്രാഹ്മണനോ ക്ഷത്രിയനോ വൈശ്യനോ ആയി ജനിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? അവൻ ധർമ്മം ചെയ്യണം, സ്വധർമ്മം അനുഷ്ഠിക്കണം. എന്താണ് ചണ്ടാളന്റെ സ്വധർമ്മം? ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യാദികളുടെ ദാസ്യവേല. അപ്പൊ ഈ ജന്മത്തിൽ ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യാദികളുടെ ദാസ്യവേല യാതൊരു വിധത്തിലുമുള്ള പ്രയാസമില്ലാതെ പ്രതിഷേധമില്ലാതെ അനുഷ്ഠിച്ചാൽ അടുത്ത ജന്മത്തിലെങ്കിലും ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യാദികളിൽ ജനിക്കാനുള്ള അവസരം ലഭിക്കും എന്ന് പഠിപ്പിക്കാൻ വേണ്ടി പഠിച്ചെടുത്ത ഒരു സിദ്ധാന്തമാണ് സത്യത്തിൽ ഈ പുനർജന്മ സിദ്ധാന്തം. വൈദിക പ്രാമാണ്യമുള്ള സിദ്ധാന്തമല്ല ഇത്. മാത്രമല്ല, ഈ ചന്ദഗ്യോപനിഷത്തിൽ തന്നെ ഈ സിദ്ധാന്തം പറയുമ്പോൾ ഒരുപാട് കാലമായി വേദമെല്ലാം പഠിച്ച ജൈവല്യ മഹാരാജാവെല്ലാം അത്ഭുതത്തോടുകൂടി ഈ സിദ്ധാന്തം കേട്ടിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ ഞാൻ സൂചിപ്പിക്കുന്നത് വെച്ചാൽ, അത് ഇവിടെ ഉണ്ടായിരുന്ന മരണാനന്തര ജീവിതത്തിലുള്ള വിശ്വാസം, മരണാനന്തര ജീവിതത്തിലുള്ള വിശ്വാസത്തിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, അവിടെ ഉച്ചനീചത്വങ്ങളില്ല. മനുഷ്യൻ കർമ്മങ്ങൾക്കനുസരിച്ച് അവന്റെ വിശ്വാസപ്രകാരം മനസ്സളക്കാൻ സാധിക്കുന്ന, കർമ്മങ്ങളെ കൃത്യമായി അളക്കാൻ സാധിക്കുന്ന പടച്ച തമ്പുരാൻ, സൃഷ്ടികർത്താവായ തമ്പുരാൻ, അവൻ പ്രതിഫലം നൽകുന്നു. അവിടെ യാതൊരു വിധത്തിലുള്ള അനീതിയുമില്ല, ഉച്ചനീചത്വങ്ങളില്ല, ആരെയെങ്കിലും പ്രത്യേകമായി പരിഗണിക്കുന്ന പ്രശ്നമില്ല. ആരുടെ വിശ്വാസമാണോ ശരി, ആരുടെ കർമ്മമാണോ ശരി, ആരുടെ മനഃശുദ്ധിയാണോ ശരി, അതിനനുസരിച്ച് അവർക്ക് പ്രതിഫലം നൽകപ്പെടുന്നു. ഇതിന് പകരം പുനർജന്മ വിശ്വാസം സൃഷ്ടിക്കപ്പെട്ടത് ആ പരലോക വിശ്വാസം നിലനിൽക്കുമ്പോൾ ബ്രാഹ്മണനായിരുന്നാലും ചണ്ടാളനായിരുന്നാലും ശൂദ്രനായിരുന്നാലും എല്ലാം അവന്റെ വിശ്വാസത്തിന്റെയും കർമ്മത്തിന്റെയും അടിസ്ഥാനത്തിൽ പ്രതിഫലം നൽകപ്പെടും. അതുകൊണ്ട് തന്നെ ആരും ആരെക്കാളും ഉന്നതനല്ല. പരിശുദ്ധ ഖുർആൻ പറഞ്ഞല്ലോ, യാ അയ്യുഹന്നാസ് ഇന്നാ ഖലഖനാകും മിൻ ദക്കറിൻ വഉൻസാ വജഅൽനാകും ശുഊബൻ വഖബായില ലിതആറഫു ഇന്ന അക്രമകും ഇൻദല്ലാഹി അത്ഖാകും. ഖുർആനിലെ 49-ാം അധ്യായം സൂറത്തുൽ ഹുജറാത്തിലെ 13-ാമത്തെ വചനം, മനുഷ്യ സമൂഹമേ, നിങ്ങളെയെല്ലാം ഒരൊറ്റ മാതാപിതാക്കളിൽ നിന്നാകുന്നു സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്. നിങ്ങളെല്ലാം ഒരേ മാതാപിതാക്കളുടെ മക്കളാണ്. നിങ്ങളുടെ തറവാടുകളും ഗോത്രങ്ങളും വർഗങ്ങളും ഒന്നും ആരും ആരെക്കാളും ഉന്നതരാകുവാൻ വേണ്ടിയുള്ളതല്ല. മറിച്ച് നിങ്ങൾ പരസ്പരം തിരിച്ചറിയുവാൻ വേണ്ടിയുള്ള മേൽവിലാസങ്ങൾ മാത്രമാണ്. നിങ്ങൾ തിരിച്ചറിയാനുള്ള മേൽവിലാസം ഇന്ന നാട്ടുകാരനാണ്, ഇന്ന പ്രദേശത്തുകാരനാണ്, ഇന്ന തറവാട്ടുകാരനാണ്, ഇന്ന ഗോത്രക്കാരനാണ് എന്ന് തിരിച്ചറിയാൻ നിങ്ങളിൽ ഉത്തമൻ കറുത്തവനല്ല, വെളുത്തവനുമല്ല, മണക്കാരനല്ല, പണിക്കാരനുമല്ല, ഏതെങ്കിലും ദേശത്തുകാരനല്ല, ഏതെങ്കിലും വർഗക്കാരനല്ല. മറിച്ച് നിങ്ങളിൽ ഉത്തമൻ ആരാണോ പടച്ച തമ്പുരാനിൽ വിശ്വാസത്തിൽ അധിഷ്ഠിതമായ കർമ്മം വഴി അവനിൽ അടുത്തിരിക്കുന്നത്, ആരാണോ മുത്തഖികളായിട്ടുള്ളത്, അവരാകുന്നു നിങ്ങളിൽ ഉത്തമന്മാർ. അതാണ് വിശ്വാസത്തിൽ അധിഷ്ഠിതമായ കർമ്മം. ഇതാണ് മരണാനന്തര ജീവിതത്തിലെ രക്ഷയുടെ മാർഗമെന്നും അതാണ് മനുഷ്യന്റെ ഔന്നത്യത്തിന്റെ അടിസ്ഥാനമെന്നും പഠിപ്പിക്കുന്ന, മരണാനന്തര ജീവിതത്തിലും സ്വർഗനരകങ്ങളിലുമുള്ള വിശ്വാസത്തിന്റെ കടക്ക് കത്തിവെക്കുകയും ജന്മത്തിന്റെ അടിസ്ഥാനത്തിൽ ജാതിയുടെ അടിസ്ഥാനത്തിൽ മോക്ഷം പഠിപ്പിക്കുന്ന ദർശനങ്ങൾ, ആ തത്വശാസ്ത്രങ്ങൾ പിൽക്കാലഘട്ടത്തിൽ വിജയം നേടുകയും ചെയ്തതിന്റെ ഫലമായിട്ടാണ് പുനർജന്മ സിദ്ധാന്തം ഉണ്ടായി വന്നത് എന്നുള്ളതാണ് സത്യം. അപ്പോ അത് സുഹൃത്ത് മനസ്സിലാക്കണം. സത്യത്തിൽ ഈ പുനർജന്മ സിദ്ധാന്തത്തിന് പോലും ഇവിടെ ആ സിദ്ധാന്തം അംഗീകരിക്കുമ്പോൾ പോലും ബൗദ്ധ ജൈന ദർശനങ്ങൾക്ക് പുറമെയുള്ളൊരു ശക്തി അംഗീകരിക്കേണ്ടത് അനിവാര്യമായി തീരുകയാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കാരണം ഈ നന്മതിന്മകൾക്കനുസരിച്ച് ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യ ശൂദ്ര ചണ്ടാള യോനികളിൽ ജനിപ്പിക്കാൻ മറ്റൊരു ശക്തി അനിവാര്യമാണല്ലോ എന്നതുകൊണ്ട് തന്നെ അത് അനിവാര്യമായി തീരുകയാണ്. ഇങ്ങനെ ഒരുപാട് പാരഡോക്സസ്, ഒരുപാട് ഉത്തരം കിട്ടാത്ത പ്രശ്നങ്ങൾ ഭാരതീയ ദാർശനിക സംഹിതയിലുണ്ട് എന്ന് ഭൗതികമായി ഭാരതീയ ദാർശനിക സംഹിതയെ നോക്കിക്കണ്ട പഠിച്ച ആളുകൾ പോലും സൂചിപ്പിച്ചിട്ടുണ്ട് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്.
എൻ്റെ പേര് ജയചന്ദ്രൻ, പുക്കിപ്പറമ്പാണ് സ്വദേശം. ഹിന്ദുമതത്തിൽ ഈ നമ്മുടെ പുനർജന്മത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അതായത് ഒരാൾ മരിച്ചാൽ അദ്ദേഹത്തിൻ്റെ ശരീരം നശിക്കുന്നു, ജീവൻ നിലനിൽക്കുന്നു. ഈ ജീവൻ വേറൊരു സ്ത്രീയുടെ ഗർഭപാത്രത്തിൽ വന്ന് ഒരാളായി മാറുന്നു. ഇസ്ലാമിൻ്റെ വീക്ഷണം എന്താണ്? ഹിന്ദുമതത്തിൽ ഈ പുനർജന്മത്തെക്കുറിച്ച് പറയുന്നു. എന്നാൽ ഇസ്ലാമികമായ വീക്ഷണം എന്താണെന്നാണ് സുഹൃത്തിൻ്റെ ചോദ്യം. ഇവിടെ പുനർജന്മം എന്ന് പറയുമ്പോൾ പൊതുവായി ഹിന്ദുമതത്തിൽ അത് പറയുന്നു എന്ന് പറയുന്നതിന് മുൻപ് എന്തുകൊണ്ട്, എപ്പോൾ എന്നീ തുടങ്ങിയ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ഒന്നാമതായി, പുനർജന്മം എന്ന് പറയുമ്പോൾ എന്താണ്? ഒരാൾ മരണപ്പെട്ടാൽ അയാളുടെ ശരീരം നശിക്കുന്നു, അയാളുടെ ആത്മാവ് മറ്റു രൂപങ്ങളിൽ പ്രത്യക്ഷപ്പെടുന്നു. പന്നിയോ പട്ടിയോ ചണ്ടാളനോ ബ്രാഹ്മണനോ ക്ഷത്രിയനോ വൈശ്യനോ അല്ലാതായി പുനർജനിക്കുന്നു. അത് അയാളുടെ കർമ്മത്തിന്റെ അടിസ്ഥാനത്തിൽ. ഇതാണ് പുനർജന്മ വിശ്വാസം, അല്ലെ? അപ്പോൾ ഈ അയാളുടെ നന്മയാണ് ചെയ്തതെങ്കിൽ അതിനനുസരിച്ച് അയാൾ ഉന്നതനാകുന്നു, തിന്മയാണ് ചെയ്തതെങ്കിൽ പന്നിയും പട്ടിയും അല്ലാതായി അതേപോലെ തന്നെ അധമനായി ജനിക്കുന്നു. ഇതാണ് പുനർജന്മ വിശ്വാസം. സത്യത്തിൽ ഹൈന്ദവ അടിസ്ഥാന ഗ്രന്ഥങ്ങളിൽ ഒന്നും തന്നെ പുനർജന്മ വിശ്വാസം കാണുന്നില്ല. വേദസംഹിതകൾ, ഋഗ്വേദ, സാമവേദ, യജുർവേദാദി അഥർവവേദ, ചതുർവേദ സംഹിതകൾ പരിശോധിച്ചാൽ അവിടെയെല്ലാം നമുക്ക് കാണാൻ കഴിയുന്നത് മരിച്ചതിന് ശേഷം ഒരു ജീവിതമുണ്ട്. ആ ജീവിതത്തിൽ നന്മതിന്മകൾക്ക് കൃത്യമായ പ്രതിഫലം ലഭിക്കും എന്നുള്ള വിശ്വാസമാണ്. അത് തന്നെയാണ് ആദ്യ കാലഘട്ടത്തിലുള്ള ഉപനിഷത്തുകളിലും കാണാൻ കഴിയുന്നത്. ആണ് ഞാൻ എൻ്റെ പ്രഭാഷണത്തിൽ സൂചിപ്പിച്ചു. കഠോപനിഷത്തിലെ പ്രഥമ വലിയിലെ പ്രഥമാധ്യായത്തിലെ 12ാമത്തെ വചനം എന്താണ്? സ്വർഗേ ലോകേ ന ഭയം കിഞ്ചനാസ്തി ന തത്രത്വം ന ജരയാഭിഭേദി ഉഭയ തീർത്വാശനായ പിപാസേ ശോകാദി ഗോ മോദതേ സ്വർഗലോകേ. സ്വർഗലോകം, അവിടെ യാതൊരു ഭയവുമില്ല, പ്രയാസമില്ല, ജരാനരകളില്ല, പീഡനങ്ങളില്ല, മരണമില്ല. അവിടെ എല്ലാ പ്രയാസങ്ങൾക്കും അതീതരായി നല്ല ആളുകൾ, സൽക്കർമ്മികൾ അവിടെ ജീവിക്കുന്നു. അതാണ് സ്വർഗലോകം. നരകത്തെക്കുറിച്ച് ഈശാവാസ്യോപനിഷത്തിലെ 3ാമത്തെ ശ്ലോകത്തെ നമുക്ക് കാണാൻ കഴിയും. അസൂര്യ നാമതേ ലോകേ അന്ധേന തമസാവൃതാഹ താംസ്ത്യ പ്രേദ്യാഭി ഗച്ഛന്തിയേ ചാത്മഹാനോ ജനഃ. നരകലോക അഥവാ സൂര്യരഹിതങ്ങളായ ലോകങ്ങൾ, അവിടേക്കാണ് ആത്മഘാതികൾ കടന്നു പോകുന്നത്. ആത്മാവിനെ അറിയാത്തവർ, ദൈവത്തെ മനസ്സിലാക്കാത്തവർ, സ്വന്തം ജീവിതത്തിന്റെ അർത്ഥത്തെക്കുറിച്ച് മനസ്സിലാക്കാത്തവർ കടന്നു പോകുന്നത് ആ ലോകത്തിലേക്കാണ്. അപ്പോ സ്വർഗ നരകങ്ങളെ കുറിച്ചുള്ള വിശ്വാസമാണ് ആദ്യ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നത്. ആദ്യമായി പുനർജന്മ വിശ്വാസം നമ്മൾ കാണുന്നത് ചന്ദഗ്യോപനിഷത്തിലാണ്. ചന്ദഗ്യോപനിഷത്തിലെ 5ാമത്തെ മണ്ഡലം 10ാം അധ്യായത്തിലെ 7ാമത്തെ വചനത്തിലാണ് പുനർജന്മത്തെ കുറിച്ചുള്ള ആദ്യത്തെ പരാമർശം നമ്മൾ ഹൈന്ദവ ഗ്രന്ഥങ്ങളിൽ കാണുന്നത്. ഈ പരാമർശത്തിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും എവിടുന്നാണ് അത് വന്നത് എന്ന്. എവിടുന്നാ വന്നതെന്ന് ആ പരാമർശം ഞാൻ വായിക്കാം. ചാന്തോക്യോപനിഷത്ത് ഗദ്യപ്രധാനമായ ഉപനിഷത്താണ്. അതുകൊണ്ട് തന്നെ വളരെ ദീർഘമാണ് പരാമർശം. അതിന്റെ പരിഭാഷ ഇങ്ങനെയാണ്: ഈ ജന്മത്തിൽ നന്മ ചെയ്തവർ, അവരുടെ സ്വധർമ്മം അനുഷ്ഠിച്ചവർ അടുത്ത ജന്മത്തിൽ ബ്രാഹ്മണന്റെയോ ക്ഷത്രിയന്റെയോ വൈശ്യന്റെയോ ജനനേന്ദ്രിയത്തിൽ ജനിക്കുന്നു. കൃത്യമായി പഠിപ്പിക്കുന്നത് ബ്രാഹ്മണ യോനിംബ, ക്ഷത്രിയ യോനിംബ, വൈശ്യ യോനിംബ എന്നാണ്. അഥവാ വൈശ്യ ബ്രാഹ്മണ ക്ഷത്രിയാദികളുടെ ജനനേന്ദ്രിയത്തിൽ ജനിക്കുന്നു. എന്നാൽ ഈ ജന്മത്തിൽ തിന്മ ചെയ്തവൻ, ഈ ജന്മത്തിൽ സ്വധർമ്മം അനുഷ്ഠിക്കാത്തവൻ അടുത്ത ജന്മത്തിൽ പന്നിയുടെയോ പട്ടിയുടെയോ ചണ്ടാളന്റെയോ ജനനേന്ദ്രിയത്തിൽ ജനിക്കുന്നു. പന്നിയുടെയോ പട്ടിയുടെയോ ചണ്ടാളന്റെയോ, ചണ്ടാളൻ ആരാണ്? ഇവിടുത്തെ അടിസ്ഥാന വർഗം. ഇവിടെയുണ്ടായിരുന്ന ദ്രാവിഡ അടിസ്ഥാന വർഗമാണ് ചണ്ടാളൻ. അന്നത്തെ ഇതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം ഇത് സവർണാധിപത്യത്തിന്റെ ആഗമനത്തിന് ശേഷമുണ്ടായ വചനങ്ങളാണ് എന്ന്. പന്നിയോടും പട്ടിയോടും ഒപ്പമാണ് ചണ്ടാളനെ പരാമർശിച്ചിട്ടുള്ളത്. ആ ചണ്ടാളൻ അങ്ങനെയാകാൻ കാരണം എന്താ? ഈ ജന്മത്തിൽ ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യാദികൾ സുഖം അനുഭവിക്കാൻ കാരണം എന്താ? കഴിഞ്ഞ ജന്മത്തിൽ അവർ ചെയ്ത നന്മ കൊണ്ട്. ഈ ജന്മത്തിൽ ചണ്ടാളൻ പ്രയാസങ്ങൾ അനുഭവിക്കാൻ കാരണം എന്താ? കഴിഞ്ഞ ജന്മത്തിൽ അവർ തിന്മ ചെയ്തതുകൊണ്ട്. ഇത് വരുത്തി തീർത്ത് അവരെ ജന്മപാപത്തിന്റെ ആളുകളും ജന്മ ഗുണത്തിന്റെ ആളുകളുമായി സ്വയം ചിത്രീകരിച്ച് അങ്ങനെ ആ വർണ്ണാശ്രമ വ്യവസ്ഥക്ക് രൂഢമൂലമാക്കുവാൻ വേണ്ടി ഉണ്ടാക്കപ്പെട്ട ആദർശമാണ് പുനർജന്മ വിശ്വാസം. എന്നിട്ട് എത്രത്തോളം
ഈ ജന്മത്തിൽ ഏതായിരുന്നാലും ചണ്ടാളനായി ജനിച്ചുപോയി, അടുത്ത ജന്മത്തിനെങ്കിലും ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യാദികളാകണമെങ്കിൽ എന്ത് ചെയ്യണം? ഈ ജന്മത്തിൽ സ്വധർമ്മം അനുഷ്ഠിക്കണം. ഈ ജന്മത്തിലെ സ്വധർമാനുഷ്ഠാനം എന്താണ്? ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യാദികളുടെ ദാസ്യവേല. ചണ്ടാളന്റെ സ്വധർമാനുഷ്ഠാനം അതാണ്. അങ്ങനെയാണ് വിശ്വസിപ്പിച്ചത്. അത് ഈ അടിമത്വത്തിന്റെ ഭാഗമായി വന്നതാണ്. ഭാരതീയ ദർശനത്തിൽ ഏറ്റവും അടിസ്ഥാനപരമായ ദാർശനിക ഗ്രന്ഥങ്ങൾ മരണത്തിന് ശേഷമുള്ള സ്വർഗ നരക വിശ്വാസമാണ് പറയുന്നത്. ഇസ്ലാമിൽ ഇങ്ങനെയുള്ള പുനർജന്മമേ ഇല്ല. ഇസ്ലാമിന്റെ പുനർജന്മം മരണാനന്തരം ഉള്ള പുനർജന്മമാണ്. അത് പരലോകത്ത് വെച്ച് അവിടെ വെച്ചുള്ള ദൈവികമായ കോടതിയിലേക്ക് നയിക്കപ്പെട്ടുകൊണ്ടുള്ള പുനർജന്മമാണ്. അതാണ് ഇസ്ലാം അംഗീകരിക്കുന്നത്. ഇവിടെയുള്ള ഒരു പുനർജന്മം ഇസ്ലാം അംഗീകരിക്കുന്നില്ല. സ്ത്രീകളുടെ ഭാഗത്തു നിന്നുള്ള ഒരു ചോദ്യമാണ്. എല്ലാ സമുദായങ്ങളിലേക്കും ഒരു മുന്നറിയിപ്പുകാരനെ അയച്ചിട്ടുണ്ട് എന്ന് വിശുദ്ധ ഖുർആനിൽ പല സ്ഥലങ്ങളിലും പ്രസ്താവിക്കുന്നുണ്ടല്ലോ. അങ്ങനെയെങ്കിൽ ഇന്ത്യ പോലുള്ള വിസ്തൃതമായ ഒരു രാജ്യത്തിലും പ്രവാചകന്മാർ വന്നിരിക്കാനുള്ള സാധ്യതയുണ്ടല്ലോ. അതിനെ സംബന്ധിച്ച് ഒന്ന് വിശദീകരിക്കുമോ? ചോദ്യം ജസീന വിട്ടുപാറ. എല്ലാ സമുദായങ്ങളിലേക്കും പ്രവാചകന്മാർ വന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇന്ത്യ പോലെയുള്ള സ്ഥലങ്ങളിലേക്കും പ്രവാചകന്മാർ വന്നിട്ടുണ്ടാകുമല്ലോ. തീർച്ചയായും വന്നിട്ടുണ്ടാകണം. തീർച്ചയായും വന്നിട്ടുണ്ടാകണം. ഖുർആനിൽ കൃത്യമായി പറയുന്ന കാര്യമാണ്, വൈൻ മിൻ ഉമ്മത്തിനില്ല ഖലാഫിഹ നദീർ. ഖുർആനിലെ പ്രയോഗം തന്നെ വളരെ സൗന്ദര്യാത്മകമാണ്. ഒരൊറ്റ സമുദായവും കഴിഞ്ഞു പോയിട്ടില്ല ഒരു മുന്നറിയിപ്പുകാരൻ്റെ നിയോഗം ഉണ്ടാകാതെ എന്നാണ് ഖുർആൻ പറയുന്നത്. അഥവാ എല്ലാ സമുദായങ്ങളിലേക്കും പ്രവാചകന്മാരുടെ നിയോഗം ഉണ്ടായിട്ടുണ്ട്. തീർച്ചയായും ഒരുപാട് കാലഘട്ടത്തിലെ നാഗരിക പാരമ്പര്യം അവകാശപ്പെടുവാനുള്ള, ദാർശനിക പാരമ്പര്യം അവകാശപ്പെടുവാനുള്ള ഭാരതത്തിൽ ഒന്നിലധികം പ്രവാചകന്മാരുടെ നിയോഗം ഉണ്ടായിട്ടുണ്ടാകും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത് വേദഗ്രന്ഥങ്ങളിലും മറ്റും കാണുന്ന പരാമർശങ്ങൾ ഈ പ്രവാചകന്മാരുടെ നിയോഗത്തിനുള്ള വ്യക്തമായ തെളിവാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഏകദൈവ ആരാധനയിലേക്ക് ക്ഷണിച്ചുകൊണ്ടുള്ള മരണാനന്തര ജീവിതത്തെക്കുറിച്ച് കൃത്യമായുള്ള ബോധനം നൽകുന്ന പരാമർശങ്ങൾ പ്രവാചകന്മാരുടെ പ്രബോധനത്തിന്റെ ബാക്കി പത്രങ്ങളും അവശിഷ്ടങ്ങളുമാകണം എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്നാൽ ആരൊക്കെയാണ് ഇന്ത്യയിലേക്ക് വന്ന പ്രവാചകന്മാർ എന്ന് കൃത്യമായി മനസ്സിലാക്കുവാൻ നിർവാഹമില്ല. ഋഷിമാരായി, മഹർഷിമാരായി എല്ലാം പ്രത്യേകമായി പേരെടുത്ത് പറയപ്പെട്ടിട്ടുള്ള ആളുകൾ ചിലപ്പോൾ പ്രവാചകന്മാരായിരിക്കാം. ഉദാഹരണത്തിന് പലപ്പോഴും എൻ്റെ ശ്രദ്ധയിൽ, പഠനങ്ങളിൽ എൻ്റെ ശ്രദ്ധയിൽ കുരുങ്ങി നിന്നിട്ടുള്ളൊരു വ്യക്തിത്വമാണ് വേദവ്യാസൻ എന്നുള്ള വ്യക്തിത്വം. വേദവ്യാസൻ ഇന്ത്യയിലെ ഭാരതീയ ഗ്രന്ഥങ്ങളിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. വേദവ്യാസൻ വേദം മുതൽക്കുള്ള പേരാണ് അദ്ദേഹത്തിൻ്റെ. വേദത്തെ വ്യസിച്ചവൻ എന്നുള്ള അർത്ഥത്തിലുള്ള വേദവ്യാസൻ എന്ന് പറയുന്നു. ഈ വേദവ്യാസനാണ് 18 പുരാണങ്ങളും 18 പുരാണങ്ങളുടെ കർത്താവ് വേദവ്യാസനാണെന്നാണ്. വേദങ്ങൾ വ്യസിച്ച വേദവ്യാസൻ, 18 പുരാണങ്ങളുടെ കർത്താവ് വേദവ്യാസൻ, മഹാഭാരതത്തിന്റെ കർത്താവ് വേദവ്യാസൻ. ഇതെല്ലാം വേദവ്യാസൻ എന്നുള്ളൊരു പേര്, അദ്ദേഹത്തിന്റെ പേര് ഒരിക്കലും 18 പുരാണങ്ങൾ രചിച്ചത് ഒരാളാകാൻ യാതൊരു സാധ്യതയില്ല. കാരണം അതിലത്രയും വ്യത്യസ്തങ്ങളായ കഥാപാത്രങ്ങളും കഥാശകലങ്ങളും വൈരുദ്ധ്യങ്ങളും എല്ലാം നിലനിൽക്കുന്നുണ്ട്. ഒരാളുടെ ജീവിതകാലത്ത് രചിക്കാൻ കഴിയുന്നതിനപ്പുറത്താണ്. ഇതേപോലെ തന്നെ മഹാഭാരതം എന്നെല്ലാം പറഞ്ഞാൽ തന്നെ ഒരു മഹാസംഭവമാണ്. അതുകൊണ്ട് തന്നെ ഇതെല്ലാം കൂടി ഒരാൾ രചിച്ചു എന്ന് കരുതുന്നതിൽ യാതൊരു യുക്തിയുമില്ല. ഹൈന്ദവ പണ്ഡിതന്മാർ തന്നെ വ്യക്തമാക്കിയിട്ടുള്ളതാണ് വ്യത്യസ്ത വേദവ്യാസന്മാരാകണം ഇവ രചിച്ചത് എന്ന്. അപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത്, വേദവ്യാസനെ കുറിച്ച് പറയുമ്പോൾ ഒരു കാര്യം കൂടി മനസ്സിലാക്കേണ്ടത്, ഭാരതീയ പാരമ്പര്യപ്രകാരം 2 തരം മഹാപുരുഷന്മാരുണ്ട്. ഒന്ന് ആചാര്യന്മാരാണ്. ആചാര്യന്മാരുടെ പേര് വേദങ്ങളും ഗ്രന്ഥങ്ങളുമായി ബന്ധപ്പെട്ടിട്ടാണ് പരാമർശിച്ചിട്ടുള്ളത്. ഉപനിഷത്തുക്കൾ, വേദങ്ങൾ, അതേപോലെ തന്നെയുള്ള ഗ്രന്ഥങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ആചാര്യന്മാരുടെ പേരുള്ളത്. മറ്റൊരു വിഭാഗം അവതാരങ്ങളാണ്. ഈ അവതാര സങ്കല്പം പിൽക്കാലഘട്ടത്തിൽ ഉണ്ടായതാണ്. പിൽക്കാലഘട്ടത്തിൽ എന്ന് പറഞ്ഞാൽ പുരാണങ്ങളുടെ കാലഘട്ടത്തിലാണ് അവതാരങ്ങൾ കടന്നു വരുന്നത്. അവതാര സങ്കല്പം, ദൈവം തന്നെ ഭൂമിയിലേക്ക് മനുഷ്യനായി പറന്നു എന്നുള്ള സങ്കല്പം വേദങ്ങളിലോ ഉപനിഷത്തുക്കളിലോ ഒന്നും കാണാൻ കഴിയില്ല. പിൽക്കാലഘട്ടത്തിലുണ്ടായ ഒരു സങ്കല്പമാണ്. ഈ 2 സങ്കല്പങ്ങളാണ് ഭാരതത്തിലെ പൗരാണിക പ്രഗത്ഭ പുരുഷന്മാരെ കുറിച്ചുള്ള സങ്കല്പങ്ങൾ. ഈ സങ്കല്പങ്ങൾ കൂട്ടിമുട്ടുന്ന ഒരു വ്യക്തിത്വം കൂടിയാണ് വേദവ്യാസൻ. നമ്മൾ മനസ്സിലാക്കുക, മഹാദേവി ഭാഗവത പ്രകാരം 24 അവതാരങ്ങളാണുള്ളത്. ആ 24 അവതാരങ്ങളിൽ ഒരാളാണ് വേദവ്യാസൻ. അതേപോലെ തന്നെ ആചാര്യന്മാരുടെ ഗണത്തിൽ ഞാനിവിടെ പറഞ്ഞു ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിയാണ് വേദവ്യാസൻ. ഞാൻ മനസ്സിലാക്കുന്നത് ഭാരതത്തിൽ എന്നോ വേദവ്യാസൻ എന്ന പേര് തന്നെയുള്ള ഒരു വ്യക്തി ജീവിച്ചിരുന്നിരിക്കണമെന്നും അദ്ദേഹം തീർച്ചയായും ദൈവം തമ്പുരാന്റെ ബോധനം ലഭിച്ച ഒരു പ്രവാചകനും ഒരു മഹാപ്രവാചകനായിരിക്കാൻ സാധ്യതയുണ്ട് എന്നും, എന്നാൽ
അതുകൊണ്ട് തന്നെ പിൽക്കാലഘട്ടത്തിൽ എന്തെഴുതിയാലും അദ്ദേഹത്തിന്റെ പേരിൽ ആരോപിക്കുന്ന ഒരു സമ്പ്രദായം അങ്ങനെ ഇസ്രായേലിലുള്ള നമുക്ക് കാണാൻ കഴിയും. ബൈബിളിലെ പുസ്തകങ്ങളെ കുറിച്ചുള്ള ഗവേഷണങ്ങളിൽ നിന്ന് പണ്ഡിതന്മാർ എത്തിച്ചേർന്ന നിഗമനം പ്രവാചകന്മാർ എഴുതിയതല്ല. അത് ഇപ്പൊ ദാവീദിന്റെ സങ്കീർത്തനങ്ങൾ ദാവീദ് എഴുതിയതല്ല, മറ്റാരോ എഴുതിയിട്ട് ദാവീദിന്റെ പേരിൽ ആരോപിച്ച. കാരണം അതിനൊരു പ്രാമാണികത ലഭിക്കാൻ വേണ്ടി ഇതേപോലെ തന്നെ പുരാണങ്ങൾ എല്ലാം പലരും എഴുതി എന്നിട്ട് വേദവ്യാസന്റെ പേരിൽ ആരോപിച്ചത് വേദവ്യാസൻ എന്ന ദൈവം തമ്പുരാന്റെ ബോധനം ലഭിച്ചിട്ടുള്ള മഹാപുരുഷന്റെ പേരിൽ ആരോപിച്ച് അതിന് ഒരു ഓതന്റിസിറ്റി പ്രാമാണികത ലഭിക്കുവാൻ വേണ്ടി ചെയ്തതായിരിക്കണം എന്തെല്ലാമാണ് ഞാൻ മനസ്സിലാക്കുന്ന കാര്യം. ഇത് ഗണ്യതമായി പറയാൻ സാധ്യമല്ല. കാരണം കൃത്യമായി പരിശുദ്ധ ഖുർആനിലോ ഹദീസുകളിലോ വന്നാൽ മാത്രമേ ഇന്ന വ്യക്തി പ്രവാചകനാണെന്ന് നമുക്ക് പറയാൻ കഴിയൂ. എന്നാൽ ഇതൊരു കേവല ഗവേഷണം മാത്രമാണ്. ഇതേപോലെ തന്നെ ഭാരതത്തിൽ ഒരുപാട് പ്രവാചകന്മാർ കടന്നു വന്നിട്ടുണ്ടാകും. ആ പ്രവാചകന്മാർ മനുഷ്യരെ ഏകനായ സ്രഷ്ടാവിനെ മാത്രം ആരാധിക്കുന്ന സമ്പ്രദായത്തിലേക്ക്, സൃഷ്ടിപൂജയിൽ നിന്ന് പൂർണ്ണമായും മുക്തമാകേണ്ടതിന്റെ ആവശ്യകതയിലേക്ക്, അതേപോലെ തന്നെ മരണാനന്തര ജീവിതത്തിലെ സ്വർഗപ്രവേശത്തിന് അർഹമായ കർമ്മങ്ങൾ ചെയ്യുന്ന പാതയിലേക്ക് ക്ഷണിച്ചിരിക്കണം എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. എൻ്റെ പേര് ഷിഹാബ്. കേരളായിക്ക് സമീപം പുള്ളിയിൽ എന്ന പ്രദേശമാണ് സ്വദേശം. പൊതുവായി മുസ്ലിങ്ങളെ ബാധിക്കുന്നത് എന്നെനിക്ക് തോന്നുന്നൊരു സംശയമാണ് ചോദിക്കാനുള്ളത്. അതായത് ഇസ്ലാമിൻ്റെ ഖുർആൻ പൂർവ്വ വേദഗ്രന്ഥങ്ങളിലൊക്കെ ഇസ്ലാമിൻ്റെ പൂർണ്ണതയ്ക്ക് വേണ്ടി അവതീർണനാകുന്ന പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെക്കുറിച്ച് വളരെ വ്യക്തമായ സൂചനകളുണ്ട് എന്ന് ഖുർആൻ കൊണ്ട് തന്നെ സ്ഥിരപ്പെട്ടതാണ്. അതിൽ നമ്മെ സംബന്ധിച്ചിടത്തോളം അതിശയത്തിന് വകയില്ല. അതേപോലെ തന്നെ ക്രൈസ്തവ പ്രമാണമായ ബൈബിളിലും പ്രവാചകൻ മുഹമ്മദിൻ്റെ ആഗമനത്തെക്കുറിച്ച് വ്യക്തമായി സൂചനയുണ്ട് എന്ന് പറയപ്പെടുന്നു. അതും ഖുർആൻ പൂർവ്വ വേദഗ്രന്ഥങ്ങളുടെ വകഭേദമാണ് ബൈബിൾ എന്ന് പറയുന്നത് കൊണ്ട് അക്കാര്യത്തിൽ നമുക്ക് സംശയമില്ല. പക്ഷേ ഹൈന്ദവ വേദഗ്രന്ഥങ്ങളും പ്രമാണങ്ങളുമായ ഭവിഷ്യൽ പുരാണം, അല്ലോപനിഷത്ത്, ഗീത, അതുപോലുള്ള പ്രമാണങ്ങളിലൊക്കെ ഏതസ്മിന്നന്തരെ മ്ലേച്ഛ ആചാര്യേണ സമന്വിതം, പരിത്രാണായ സാധൂനാം എന്നൊക്കെ തുടങ്ങുന്ന വരികളും ശ്ലോകങ്ങളും ഉള്ളതായി പറയപ്പെടുന്നു. പിൽക്കാലത്ത് സംഭവിക്കാവുന്ന അല്ലെങ്കിൽ വളരെ കൃത്യമായി പുലർന്ന ഒരു മഹത്തായ ദർശനത്തിൻ്റെ പ്രചാരകനെ കുറിച്ച് ഇത്രയും കൃത്യമായ ഒരു പ്രവചനം ഹൈന്ദവ വേദഗ്രന്ഥങ്ങൾക്കും മറ്റും നടത്താൻ സാധിക്കുമെങ്കിൽ അതിൻ്റെ വിധാതാക്കളോട് മുസ്ലിങ്ങൾ എന്ന നിലയിൽ നമുക്കുണ്ടാകുന്ന മനോഭാവം ഒരു തരം ആരാധനയോ അല്ലെങ്കിൽ അവർ കൂടി സത്യത്തിൻ്റെ വക്താക്കളാണ് എന്ന ഒരു തോന്നലോ ആയിരിക്കില്ലേ? ഇതിന് ഇസ്ലാമികമായി മുസ്ലിങ്ങൾ എന്ന നിലയിൽ ഇക്കാര്യത്തിൽ നാം പുലർത്തേണ്ട സമീപനം എന്ത്? ഈ വേദഗ്രന്ഥങ്ങൾ കൂടി സത്യത്തിൻ്റെ സാരാംശം ഉൾക്കൊള്ളുന്നവയാണ് എന്ന് നാം വിശ്വസിക്കണോ അല്ലെങ്കിൽ അക്കാര്യത്തിൽ നാം സ്വീകരിക്കേണ്ട സമീപനം എന്ത് എന്നതാണ് എൻ്റെ ചോദ്യം. സുഹൃത്തിൻ്റെ ചോദ്യം ഹൈന്ദവ വേദഗ്രന്ഥങ്ങളിൽ പ്രവാചകനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെക്കുറിച്ച് ഉള്ള പരാമർശങ്ങൾ ഉണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ ഇത് ആ വേദഗ്രന്ഥങ്ങളോടുള്ള നമ്മുടെ നിലപാട് എന്താകണം, ഈ വേദഗ്രന്ഥങ്ങൾ ഉപയോഗിക്കുന്ന ഹൈന്ദവ സഹോദരങ്ങളോടുള്ള നമ്മുടെ നിലപാട് എന്താകണം എന്നാണ് സുഹൃത്തിൻ്റെ ചോദ്യത്തിൻ്റെ സംക്ഷിപ്തം എന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ലേ? എന്നല്ല ഉദ്ദേശം. ഇവിടെ ഹിന്ദുമത ഗ്രന്ഥങ്ങൾ എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ വളരെ അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. അല്ല, ബൈബിളിലത്തത് മൂപ്പരുടെ സംസാരത്തിന് തെളിവായിട്ട് അദ്ദേഹം ഉദ്ധരിച്ചതാണ്. ബൈബിളിലെ സംശയമല്ലല്ലോ എന്ന് പറഞ്ഞാണ്. അപ്പോൾ ഇവിടെ ഹിന്ദുമത ഗ്രന്ഥങ്ങൾ എന്ന് പറയുമ്പോൾ ഒരു വലിയ ഗ്രന്ഥ സമുച്ചയം ഹൈന്ദവ ദർശനത്തിൻ്റെതായി ഉണ്ട് എന്നുള്ള വസ്തു നമ്മൾ ആദ്യം മനസ്സിലാക്കണം. 4 വേദസംഹിതകൾ, ഋഗ്വേദം, സാമവേദം, യജുർവേദം, അഥർവവേദം, ലഭിച്ച 108 ഉപനിഷത്തുകൾ, 200 ഉപനിഷത്തുകൾ ഉണ്ട് എന്ന് അഭിപ്രായപ്പെടുന്ന പണ്ഡിതന്മാരുണ്ട്. 2000 ഉപനിഷത്തുകൾ ഉണ്ടെന്ന് പറയുന്ന പണ്ഡിതന്മാരുണ്ട്. 1008 ഉണ്ട് എന്ന് പറയുന്നുണ്ട്. ഏതായിരുന്നാലും ഇപ്പോൾ നമ്മുടെ കയ്യിൽ 108 ഉപനിഷത്തുകളുണ്ട്. പിന്നെ 18 ആരണ്യകങ്ങളുണ്ട്, ബ്രാഹ്മണങ്ങളുണ്ട്, 18 വേദാംഗങ്ങളുണ്ട്. പിന്നെയോ പുരാണങ്ങൾ, 18 പുരാണങ്ങൾ, 18 പുരാണങ്ങളുണ്ട്. പിന്നെ ഇതേപോലെ തന്നെ 18 സ്മൃതി ഗ്രന്ഥങ്ങളുണ്ട്, ധർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങൾ. അതേപോലെ പിന്നെ ഇതിഹാസങ്ങൾ 2 നമുക്കറിയാവുന്നത്. ആ ഇതിഹാസങ്ങളിൽ ഒന്നിൻ്റെ ഭാഗമായിട്ടുള്ള ഭഗവത്ഗീത,
മഹാഭാരതത്തിൻ്റെ ഭാഗമാണ് ഭഗവത്ഗീത. ഇങ്ങനെ ഒരു ഗ്രന്ഥ സമുച്ചയം തന്നെ, വലിയൊരു ഗ്രന്ഥ സമുച്ചയം തന്നെ ഹൈന്ദവരുടേതായിട്ടുണ്ട്. ഇതിൽ ഞാൻ നേരത്തെ ഒരു ചോദ്യത്തിന് ഉത്തരമായി സൂചിപ്പിച്ചതുപോലെ പലതും സ്വന്തം കൈകൾ കൊണ്ട് എഴുതിയുണ്ടാക്കിയതാണ് എന്ന് ഹൈന്ദവ പണ്ഡിതന്മാർ തന്നെ സമ്മതിക്കുന്നതാണ്. അതിലേറ്റവും പ്രാമാണികമായി ഈ ഗ്രന്ഥങ്ങളുടെ ഹിറാർക്കിയിൽ, ഈ ഗ്രന്ഥങ്ങളുടെ സമുച്ചയത്തിൽ ഏറ്റവും പ്രാമാണികമായി പറയാറുള്ളത്, ശ്രുതികളായി അറിയപ്പെടാറുള്ളത് വേദസംഹിതകളാണ്. ഈ വേദസംഹിതകൾ 4 വേദങ്ങൾ ഞാൻ പറഞ്ഞ ഋഗ്വേദ, സാമവേദ, യജുർവേദാദി അഥർവവേദ സംഹിതകൾ. ഈ വേദസംഹിതകളിൽ പോലും പ്രക്ഷിപ്തങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നും ആദിമ വേദസംഹിത ഇതായിരുന്നില്ല എന്നും മറിച്ച് മറ്റൊരു ഭാഷയിലായിരുന്നു എന്നും അത് പിൽക്കാലഘട്ടത്തിൽ ഇങ്ങനെ ആക്കിയത് മറ്റൊരു പ്രത്യേക പരിണാമഗുപ്തിയിലാണ് എന്നുമെല്ലാം ഹൈന്ദവ പണ്ഡിതന്മാർ തന്നെ പറയുന്ന കാര്യം. പിന്നെ അതിലുള്ള പ്രശ്നം ഈ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ചുള്ള പരാമർശങ്ങൾ. അവിടെയും നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ക്രൈസ്തവ ബൈബിൾ നമ്മൾ ഉപയോഗിക്കുന്നത് പോലെ അത്രയും വളരെ ലാഘവത്തോടു കൂടി ഹൈന്ദവ ഗ്രന്ഥങ്ങൾ ഉപയോഗിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒന്നിപ്പോൾ സുഹൃത്ത് തന്നെ സൂചിപ്പിച്ച അല്ലോപനിഷത്ത്. അല്ലോപനിഷത്ത് എന്ന് പറഞ്ഞ ഒരു ഉപനിഷത്ത് 108 ഉപനിഷത്തുകളുടെ ലിസ്റ്റിലില്ല. എന്നാൽ ചില സ്ഥലങ്ങളിൽ അല്ലോപനിഷത്തിനെ കുറിച്ച് പരാമർശങ്ങളുണ്ട്. ആ പരാമർശങ്ങളെക്കുറിച്ച് ഗവേഷണാത്മകമായി പഠിച്ചാൽ അക്ബർ ചക്രവർത്തിയുടെ കാലത്തിൻ്റെ പിന്നിലേക്കുള്ള ഒരു രചനയിലും അല്ലോപനിഷത്തിനെ കുറിച്ചുള്ള പരാമർശങ്ങൾ കാണാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. ഈ അല്ലോപനിഷത്താകട്ടെ അത് പൂർണ്ണമായ സംസ്കൃതത്തിലോ മറ്റേതെങ്കിലും ഭാരതീയ ഭാഷയിലോ അല്ല, മറിച്ച് അറബിയുടെ കൃത്യമായ സ്വാധീനവും പാർസിയുടെ സ്വാധീനവും ഈ സാധനത്തിൽ കാണാൻ കഴിയുന്നുണ്ട്. അല്ലാഹി റസൂല മുഹമ്മദ് എന്നുള്ളതാണ് ഇതിലുള്ളത്. റസൂൽ എന്ന് പറഞ്ഞ പദം സംസ്കൃതമല്ല എന്ന് നമുക്കറിയാം. അപ്പോൾ ഇത് സത്യത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത് ചിലപ്പോൾ നമ്മൾ അക്ബർ ചക്രവർത്തി എന്ന് പറഞ്ഞാൽ അദ്ദേഹം എല്ലാ മതത്തിനെയും കൂടി കൂട്ടി ഒരു മിക്സ്ചർ മതം ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ച് അവസാനം വേറൊരു മതം ഉണ്ടായി വന്ന് ആ മതം അദ്ദേഹത്തോടു കൂടി മരിച്ചും പോയി. അങ്ങനത്തെ ഒരു മതത്തിൻ്റെ ആളാണല്ലോ നിങ്ങൾക്കറിയാം, ദീൻ ഇലാഹി, പഠിച്ചവൻ്റെ നേരിട്ടുള്ള മതം നമുക്കൊരു പേരിട്ട്. അപ്പോൾ ഇത് എല്ലാറ്റിലുള്ള നന്മകൾ കൂട്ടി എന്നാണ് അതിന് പറയാം. അദ്ദേഹം പറഞ്ഞ നമ്മൾ പാഠപുസ്തകത്തിനെ പഠിക്കുന്ന എന്താ, എല്ലാ മതത്തിലുള്ള നന്മ കൂട്ടിയിട്ടാണ് മൂപ്പര് ദീൻ ഇലാഹി ഉണ്ടാക്കിയെന്നാണ്. പക്ഷെ ഉണ്ടായത് എന്താ വെച്ചാൽ എല്ലാറ്റിലുള്ള എല്ലാ മതസമൂഹങ്ങളിലുള്ള തിന്മകൾ മുഴുവനും അതിലുണ്ടായി. അതാണ് അക്ബർ ചക്രവർത്തി അല്ല, അതിനേക്കാളൊരു മഹാനായ ചക്രവർത്തി തന്നെയാണെങ്കിലും ഇത് മനുഷ്യർ ഈ സെലക്ഷൻ നടത്തിയാൽ ഉണ്ടാകുന്ന അപകടമാണ് അവിടെ കാണുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, തൻ്റെ താല്പര്യത്തിന് അനുസൃതമായി പലതും പല ഗ്രന്ഥങ്ങളും പല രൂപത്തിൽ എഴുതിയുണ്ടാക്കിയ ഒരു മഹാനാണ് അക്ബർ എന്നുള്ളത് കൊണ്ട് തന്നെ ഈ അല്ലോപനിഷത്തിനെ പോലുള്ള സാധനങ്ങൾ, പ്രത്യേകിച്ച് ഹൈന്ദവ ഗ്രന്ഥങ്ങളിൽ കൃത്യമായി പ്രാമാണികമായി പരാമർശിച്ചിട്ടുള്ള സാധനങ്ങൾ അത് നമ്മൾ എടുത്ത് ഉദ്ധരിക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാറുള്ളത്. അതേസമയം ഭവിഷ്യൽ പുരാണത്തിൻ്റെ സ്ഥിതി അതല്ല. അഷ്ടാദശ പുരാണങ്ങളിൽ 18 പുരാണങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട പുരാണമായി എല്ലാ ഗ്രന്ഥത്തിലും പറഞ്ഞിട്ടുള്ള ഒരു സാധനമാണ് ഭവിഷ്യൽ പുരാണം. ഭവിഷ്യൽ പുരാണം എന്ന് പറഞ്ഞാൽ തന്നെ ഭാവിയെക്കുറിച്ച് പറയാനുള്ള പുരാണം എന്നാണ്. ഈ ഭവിഷ്യൽ പുരാണത്തിൽ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് സൂചിപ്പിക്കുന്ന വചനം സുഹൃത്ത് ഇവിടെ സൂചിപ്പിച്ച പ്രതിസർഗ പർവ്വത്തിലെ വചനം, ഏതസ്മിന്നന്തരം മ്ലേച്ഛ ആചാര്യേണ സമന്വിത മഹാമതായി വിഖ്യാത ശിഷ്യശാഖ സമന്വിതം എന്നുള്ള വചനം. ഈ വചനം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ചാണെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. കാരണം മഹാമത ഇതിക്കാത മുഹമ്മദ് എന്ന് പറയപ്പെടുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഭവിഷ്യൽ പുരാണത്തിന് 14 നൂറ്റാണ്ട് കാലത്തെ പഴക്കമല്ല ഉള്ളത് എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. അതിന് മുൻപുള്ളതാണെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പക്ഷേ അവിടെയും ഒരു പ്രശ്നമുണ്ട്. പുരാണങ്ങളിലെല്ലാം പിൽക്കാലഘട്ടത്തിൽ പലതും എഴുതി ചേർക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് ഒരു സത്യമാണ്. ആ സത്യത്തിന് നേരെ നമ്മൾ കണ്ണടച്ചിട്ട് കാര്യമില്ല. ആ സത്യം ഈ ഭവിഷ്യൽ പുരാണത്തിൽ തന്നെ കാണാനും കഴിയും. ഇത് ഭവിഷ്യൽ പുരാണത്തിന് നബിനെ പറ്റി മാത്രമല്ല മറ്റു പലരെ കുറിച്ച് നമുക്ക് കാണാൻ കഴിയും. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതും ചേർക്കപ്പെട്ടതല്ലേ എന്ന ചോദ്യത്തിന് നമുക്ക് അല്ല എന്ന് പറയാൻ ആവശ്യമായ സുദൃഢമായ തെളിവുകൾ നമ്മുടെ കയ്യിലില്ല. പക്ഷേ ഒരു വസ്തുത നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നതുണ്ട്. ഒന്ന്, മുഹമ്മദ് നബിയെ മോശമായി ചിത്രീകരിച്ചുകൊണ്ടുള്ള ഒരുപാട് പരാമർശങ്ങൾ അതിൽ കാണാൻ കഴിയുന്നുണ്ട്. മഹാനായി ചിത്രീകരിച്ചുകൊണ്ടുള്ള പരാമർശവുമുണ്ട്. ഇത് രണ്ടും ഒരു ഗ്രന്ഥത്തിൽ കാണുന്നത് കൊണ്ട് തന്നെ ഇതിൽ ഏതെങ്കിലും ഒന്ന് പ്രക്ഷിപ്തമാകാനും ഒന്ന് ഒറിജിനലിൽ ഉണ്ടായതായിരിക്കാനും സാധ്യത ഒരു ഗവേഷണ വിദ്യാർത്ഥിക്ക് തള്ളിക്കളയാൻ കഴിയില്ല. കാരണം എന്താ, രണ്ടും കൂടി ഏതായിരുന്നാലും ഒരു കൂട്ടർ എഴുതി ഉണ്ടാക്കൂലോ. ഒന്ന് പിൽക്കാലഘട്ടത്തിൽ ഉണ്ടാക്കിയതും മറ്റൊന്ന് ഒറിജിനലിൽ ഉള്ളതും ആകാൻ സാധ്യത ഉണ്ട്. സാധ്യത നമുക്ക് പറയാൻ പറ്റുള്ളൂ. പക്ഷെ ആ സാധ്യതയിൽ ഏതായിരിക്കാം പ്രക്ഷിപ്തം പിന്നീട് ഉണ്ടാക്കിയത്?
നമുക്കറിയാൻ പറ്റുന്നൊരു സത്യമുണ്ട്. ചില രാജാക്കന്മാരുടെ കാലഘട്ടത്തിൽ ഒഴിച്ച്, ഭവിഷ്യൽ പുരാണം എന്നൊരു പുതിയ പുരാണമല്ല, പുരാതനമായ ഏറ്റവും ഓഥന്റിക്കായി പറയപ്പെട്ടുള്ള പുരാണങ്ങളിൽ ഒന്നാണ് ഭവിഷ്യൽ പുരാണം. ഈ ഭവിഷ്യൽ പുരാണം പിന്നെ ബ്രാഹ്മണന്മാരുടെ മൊത്തത്തിലുള്ള ഒരു സ്വത്തായി എല്ലാ പുരാണ ഗ്രന്ഥങ്ങളും കരുതപ്പെട്ടിരുന്ന ഒരു കാലഘട്ടത്തിൽ മുസ്ലിങ്ങൾ ആരെങ്കിലും ശുദ്ധമായ സംസ്കൃതത്തിൽ അതിലിത് എഴുതി ചേർക്കുക എന്നത് ഒരിക്കലും പ്രായോഗികമല്ല. ഉണ്ടാകാൻ സാധ്യത തുലവും വിരളാണ്. പിന്നെ എന്താകണം, ആരായിരിക്കണം എഴുതി ചേർത്തിട്ടുണ്ടാകിലുണ്ടാവുക? ബ്രാഹ്മണന്മാർ തന്നെയായിരിക്കണം. അക്ബർ ചക്രവർത്തിയുടെ കൊട്ടാര വിദുഷികളായ ബ്രാഹ്മണന്മാർ ഇത് എഴുതിയിരുന്നു. അല്ലോപനിഷത്തിനെ പോലുള്ള ഒരു സാധനം എഴുതിയുണ്ടാക്കാൻ സാധ്യതയുണ്ട്. അതേസമയം മുൻപേ നിലനിൽക്കുന്ന ഒരു സാധനത്തിൽ ഏതെങ്കിലും ഒരു വ്യക്തിയുടെ താല്പര്യത്തിനനുസരിച്ച് ആ സാധനത്തിൽ കടത്തിക്കൂട്ടാൻ പലപ്പോഴും ഒന്നിച്ചുള്ള ആ പുരോഹിത സമൂഹം സന്നദ്ധമാകാനുള്ള സാധ്യത തുലവും വിരളമാണ്. അതുകൊണ്ട് തന്നെ കടത്തിക്കൂട്ടിയിരിക്കാൻ സാധ്യത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കെതിരെയുള്ള വചനങ്ങളാണ്, സാധ്യതാപരമായി പരിശോധിക്കുമ്പോൾ. എങ്കിൽ പോലും നമുക്ക് കൃത്യമായി ഇത് ഒരു ബൈബിൾ നമ്മൾ ഉദ്ധരിക്കുന്ന അതേ ലാഘവത്തോടു കൂടി ഉദ്ധരിക്കാൻ കഴിയില്ല എന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇത്രയും പറഞ്ഞത്. ഇതേപോലെ തന്നെ അഥർവവേദത്തിലെ വിംശകാണ്ഡത്തിലുള്ള പ്രവചനമുണ്ട്. അതിലും പറയുന്ന വിംശകാണ്ഡത്തിലുള്ള പ്രവചനം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏകദേശം കൃത്യമായി യോജിക്കുന്ന രീതിയിലുള്ള പ്രവചനം തന്നെയാണ്. അത് പിൽക്കാലഘട്ടത്തിൽ റസൂലുള്ളാഹിക്ക് ശേഷം ഈ അഥർവവേദത്തിലൊന്നൊരു കൈകടത്തലുകൾ നടന്നു എന്ന് നമുക്ക് പറയാൻ ചരിത്രപരമായി യാതൊരു തെളിവുമില്ല. അതിന് മുമ്പുണ്ടായിട്ടുണ്ടാകാം എന്ന് മാത്രം. അപ്പോൾ ഇതേപോലുള്ള സംഭവങ്ങൾ ഉണ്ട് എന്നുള്ളതൊരു സത്യമാണ്. ഒരു കാര്യം ഉറപ്പാണ്, സുഹൃത്തിൻ്റെ ചോദ്യത്തിൻ്റെ കാതൽ ഭാരതത്തിലേക്ക് പ്രവാചകന്മാർ കടന്നു വന്നിട്ടുണ്ട് എന്നുള്ള കാര്യം വളരെ വ്യക്തമാണ്. കാരണം ഖുർആൻ നസ്സായി പറയുന്ന കാര്യമാണ്, വൈൻ മിൻ ഉമ്മത്തിനില്ല ഖലാഫിഹാ നദീർ. ഖുർആന്റെ ശൈലിയെന്ന് നിങ്ങൾ നോക്കുക, ഒരൊറ്റ സമുദായവും കഴിഞ്ഞു പോയിട്ടില്ല ഒരു നദീറിന്റെ, ഒരു മുന്നറിയിപ്പുകാരന്റെ നിയോഗം ഉണ്ടായിട്ടല്ലാതെ എന്നാണ്. അപ്പോൾ എല്ലാ സമുദായത്തിലേക്കും പ്രവാചകന്മാർ വന്നിട്ടുണ്ട്. ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് കാലഘട്ടത്തിലെ നാഗരിക പാരമ്പര്യമുള്ളൊരു രാജ്യമാണ് ഈ ഇന്ത്യ. സ്വാഭാവികമായിട്ട് ഇന്ത്യയിൽ ഒന്നിലധികമോ പ്രവാചകന്മാർ കടന്നു വന്നിട്ടുണ്ടാകണം. പ്രത്യേകിച്ച് ഭാരതീയ ദർശനത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ നമുക്ക് രസകരമായ കുറേ കാര്യങ്ങൾ കാണാൻ കഴിയും. ഞാൻ വിശദീകരിച്ചാൽ ഒരുപാട് സമയം പോകും, ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക, എല്ലാ ഗ്രന്ഥങ്ങളെക്കുറിച്ചും പറയുമ്പോൾ വേദവ്യാസ വിരചിതം എന്നാണ്. 18 പുരാണങ്ങൾ ആരാണ്ടാക്കിയത്? വേദവ്യാസൻ. ഈ 4 വേദങ്ങൾ ആരാണ് വ്യസിച്ചത്? വേദവ്യാസൻ. മഹാഭാരതം ആരാണ്ടാക്കിയത്? വേദവ്യാസൻ. ഇത് മുൻപ് സെമിറ്റിക് പ്രവാചകന്മാരുടെ കാലത്തുണ്ടായ ഒരു സമ്പ്രദായം. എന്താണ്? പ്രവാചകന്മാർക്ക് ശേഷം സ്വന്തം ഇഷ്ടമനുസരിച്ച് ഗ്രന്ഥം എഴുതി ഉണ്ടാക്കും, എന്നിട്ട് ആ പ്രവാചകന്മാരുടെ പേരിൽ ആരോപിക്കും. അതാണ് ബൈബിളിലെ പുസ്തകങ്ങളെല്ലാം. പ്രവാചകന്മാരുടെ പേരിൽ ആരോപിക്കും. എന്തിനാ? ഇതിന് ഓതന്റിസിറ്റി കിട്ടാൻ. ഇതേപോലെ ഭാരതത്തിൽ ഉണ്ടായിട്ടുണ്ടാകണം. ഭാരതത്തിൽ എഴുതിയുണ്ടാക്കിയ ഗ്രന്ഥങ്ങളെല്ലാം വേദവ്യാസനയിൽ ആരോപിച്ചതിൽ നിന്ന് തന്നെ വേദവ്യാസൻ ഭാരതത്തിൽ ജീവിച്ചിരുന്ന ഒരു മഹാനായ പ്രവാചകനായിരിക്കാൻ സാധ്യതയുണ്ട് എന്ന് നമുക്ക് തീർച്ചയായും ഊഹിക്കാൻ കഴിയും. അതിന് കാരണം കേവലം ഇത് മാത്രമല്ല. ഭാരതീയ പാരമ്പര്യപ്രകാരം 2 തരം മഹൽ വ്യക്തികളെ കുറിച്ച് പരിചയപ്പെടുത്തുന്നുണ്ട്. ഒന്ന് ആചാര്യന്മാരാണ്, മറ്റൊന്ന് അവതാരങ്ങളാണ്. അവതാര സങ്കല്പം പിൽക്കാലഘട്ടത്തിൽ ഉണ്ടായതാണ്. വേദങ്ങളിലെല്ലാം ആചാര്യന്മാരുള്ളൂ. ഈ ആചാര്യന്മാരിൽ പ്രധാനപ്പെട്ട ഒരു ആചാര്യനാണ് വേദവ്യാസൻ. അതേപോലെ തന്നെ അവതാരങ്ങളെ കുറിച്ച് പറയുന്ന അവതാരങ്ങൾ 10 എന്ന് പറയാറുണ്ട്. 10 അല്ല, അവതാരേഹ സംഖ്യയാണ്, അസംഖ്യ അവതാരങ്ങളുണ്ടെന്ന. ഇതിൽ 24 അവതാരങ്ങളെ കുറിച്ച് ശ്രീ മഹാദേവി ഭാഗവതത്തിൽ പറയുന്നുണ്ട്. ഈ 24 അവതാരങ്ങളിൽ ഒരാൾ വേദവ്യാസനാണ്. അഥവാ അവതാര സങ്കല്പവും ആചാര്യ സങ്കല്പവും കൂട്ടിമുട്ടുന്ന ഒരു ബിന്ദു കൂടിയാണ് വേദവ്യാസൻ. ഞാൻ മനസ്സിലാക്കുന്നത് വ്യക്തിപരമായ അഭിപ്രായമാണ്. എൻ്റെ പഠനത്തിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ എൻ്റെ ഒരു വൈയക്തികമായൊരു നിഗമനം വേദവ്യാസൻ ഭാരതത്തിൽ ജീവിച്ചിരുന്ന ഒരു മഹാനായ പ്രവാചകനായിരുന്നിരിക്കണം എന്ന്. കാരണം ഈ ഗ്രന്ഥങ്ങൾ ഒരിക്കലും 18 പുരാണം ഒരാൾ എഴുതിയതാകാൻ ഒരു സാധ്യതയില്ല. കാരണം അത്രയും ബൃഹത്താണ്, അത്രയും വൈവിധ്യപൂർണ്ണമാണ്. ശൈവപുരാണം, ശിവപുരാണം, വിഷ്ണു പുരാണത്തിന് നേരെ എതിരാ പറയണത്. പക്ഷെ അതെങ്ങനെ ഒരേ വ്യക്തി തന്നെ എഴുതിയതാകാൻ യാതൊരു സാധ്യതയില്ല. പക്ഷേ പറയുന്നത് വേദവ്യാസ വിരചിതം എന്നാണ്, വേദവ്യാസൻ എഴുതിയതാണ്. അപ്പം അതുകൊണ്ട് തന്നെ വേദവ്യാസൻ ഒരു മഹാനായ പ്രവാചകനായിരുന്നിരിക്കാൻ സാധ്യതയുണ്ടെന്ന് നമുക്ക് പറയാം. ഇതേപോലെ ഭാരതത്തിൽ പ്രവാചകന്മാർ വന്നിട്ടുണ്ടാകും. പക്ഷേ നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ വിഷയങ്ങളിൽ ഉള്ള കൃത്യമായ മാനദണ്ഡം പരിശുദ്ധ ഖുർആൻ തിരുസുന്നത്തുമായതുകൊണ്ട് ഒരാൾ പ്രവാചകനാണ് എന്നോ അല്ലെങ്കിൽ ഇന്ന ഗ്രന്ഥം വേദഗ്രന്ഥമാണെന്നോ പറയണമെങ്കിൽ ഖുർആന്റെയോ തിരുസുന്നത്തിൻ്റെയോ ഒരു അടിത്തറ ആവശ്യമുണ്ട്. ഭാരതീയ ദർശനത്തെ സംബന്ധിച്ചിടത്തോളം അത്തരം ഒരു സംഭവം പറയാത്തത് കൊണ്ട് കൃത്യമായി ഇത് തന്നെയാണ് എന്ന് നമുക്ക് പറയാൻ ആവശ്യമായ രേഖകളില്ല എന്നുള്ളതാണ് ആവശ്യകമായി എനിക്ക് സൂചിപ്പിക്കാനുള്ളത്.